Good morning. Sharath, am I audible? All right. Okay. Very good. Thank you so much for joining ഇന്നത്തെ സെഷനിലേക്ക് ജോയിൻ ചെയ്തതിന് എല്ലാവർക്കും നന്ദി. വളരെയധികം സന്തോഷമുണ്ട് നമ്മളുടെ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ടുഡേ. ഇന്നത്തെ ഒരു ദിവസത്തിലേക്ക് എന്ത് വെച്ചാൽ നിങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യാണ്, ക്ഷണിക്കുകയാണ്. ഓക്കെ, നമ്മളുടെ ലൈഫിൽ നമുക്ക് ഹ്യൂജ് റിസൾട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം. എല്ലാ ഗ്രൂപ്പുകളും അഡ്മിന്മാർ എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളും എന്ത് ചെയ്യുക, നമ്മളുടെ ഈ ഒരു മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, എത്തിക്കുക. സോ താങ്ക് യു സോ മച്ച്. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ദ പവർ ഓഫ് എ ഗുഡ് ഹാർട്ട്. അതായത് നമ്മളുടെ നല്ലൊരു ഗുഡ് ഹാർട്ട്, നല്ല രീതിയിലുള്ള ഒരു വലിയ നന്മ നിറഞ്ഞിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഗുണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദ പവർ ഓഫ് ഗുഡ് ഹാർട്ട്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു എവറി വൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ എന്നെ സ്പോട്ട് ലൈറ്റിലേക്ക് ഇടാം. ഹോപ്പ് എവ്രിബഡി ക്യാൻ സീ മീ. ഓക്കെ, എന്നെ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്. ഷഹാന ലുക്മാൻ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഓൾ റൈറ്റ്. സോ ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണോ എന്ന് അറിയില്ല. ഇഫ് യു ആർ എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ ഐ എം എക്സൈറ്റഡ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ഇഫ് യു ആർ റിയലി എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് ഡൗൺ എക്സൈറ്റഡ്. ഓക്കെ, അല്ലെങ്കിൽ RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് റിയലി എക്സൈറ്റഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഗുഡ് ഹാർട്ട്, ദ പവർ ഓഫ് ഗുഡ് ഹാർട്ട്. ഈ വിഷയത്തിലേക്ക് എന്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിഷയം ഇങ്ങനെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മുടെ ലൈഫിൽ നമുക്ക് പലപ്പോഴും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന റിസൾട്ട്, ഇതുവരെ ലഭിച്ചിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ആരായിരുന്നുവോ അതിന്റെ റിസൾട്ടാണ്, അതിന്റെ ഔട്ട്കമാണ്. ഇതുവരെ നമ്മൾ ആരായിരുന്നുവോ അതിന്റെ ഔട്ട്കമാണ് നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് ലഭിക്കണം, ഏത് രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കണം എന്നൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ആരായിരുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു, നമ്മുടെ മനസ്സിന്റെ നന്മ എത്രത്തോളം ഉണ്ടായിരുന്നു, നമ്മളുടെ ഹൃദയ വിശാലത എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾക്ക് ഇതുവരെ നമുക്ക് ലഭിച്ച റിസൾട്ടുകളുള്ളത്. നമ്മുടെ ശീലങ്ങൾ എന്തായിരുന്നു, നമ്മൾ ഇതുവരെ നമ്മളുടെ ശീലങ്ങൾ എന്താണ്. അപ്പൊ ഇന്ന് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത്, പ്രയാസങ്ങൾ വരുന്നത്, ബുദ്ധിമുട്ടുകൾ വരുന്നത് ഇതുവരെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ബ്ലോക്കുകൾ എന്താണ്. ഓക്കെ, ഇതുവരെ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ബ്ലോക്കുകൾ എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ ഫസ്റ്റ് ഒന്ന് നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കുക. പേനയും പേപ്പറും എടുത്തിട്ട് എന്ത് വെച്ചാൽ നിങ്ങൾ ഇത്രയും കാലം വാട്ട് യു ഹാവ് ബീൻ എന്ന് എഴുതുക. നിങ്ങൾ എന്തായിരുന്നു. ഗെറ്റ് റിയൽ. ഫസ്റ്റ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഗെറ്റ് റിയൽ. നിങ്ങൾ ഇതുവരെ യഥാർത്ഥത്തിൽ ആരായിരുന്നു. ഗെറ്റ് റിയൽ. യഥാർത്ഥത്തിൽ ആരായിരുന്നു. വാട്ട് യു ഹാവ് ബീൻ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് ലഭിക്കുക. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നതിനനുസരിച്ചുള്ള റിസൾട്ട് അല്ല ലഭിക്കുക. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അത് ലഭിക്കണം എന്നുള്ള റിസൾട്ട് അല്ല നമുക്ക് ലഭിക്കുക. മറിച്ച് വാട്ട് യു എക്സാക്ട്ലി ആർ. നിങ്ങൾ ആരാണ്. വാട്ട് യു റിയലി ആർ. നിങ്ങൾ ഹൂ യു റിയലി ആർ. നിങ്ങൾ ആരാണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് ലഭിക്കും. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് നിങ്ങൾ ആരാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്. നിങ്ങൾക്കറിയാവുന്ന സത്യമാണ്. സോ ഇതുവരെ ലഭിച്ചത് എന്താണ്, ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇതുവരെ ലഭിച്ചത് എന്താണ്. വാട്ട് യു റിയലി ഹാവ് ബീൻ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാട്ട് യു റിയലി ആർ എന്നുള്ളതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, തിരിച്ചു വരണം. സോ വാട്ട് യു റിയലി ഹാവ് ബീൻ. ഇത്രയും കാലം നിങ്ങൾ ആരായിരുന്നു.
അതിന്റെ ഔട്ട്കം ആണ് ഹു യു റിയലി ആർ ആൻഡ് വാട്ട് യു ആർ കറന്റ്ലി ഗെറ്റിംഗ്. ഇപ്പോ നിങ്ങൾ ആരാണ് എന്നുള്ളത് എന്തിന്റെ റിസൾട്ട് ആണ്? ഹു യു റിയലി ഹാവ് ബീൻ. നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾക്ക് ഇത്രയും കാലം ലഭിച്ചിട്ടുള്ള റിസൾട്ട് ആയിക്കോട്ടെ, ഗുണങ്ങളായിക്കോട്ടെ, സംഗതികളായിക്കോട്ടെ, അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് ആരായിരുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഹു വാട്ട് യു റിയലി ഹാവ് ബീൻ, നിങ്ങൾ ആരാണ്, ആരായിരുന്നു. അപ്പൊ അതിൽ എന്തൊക്കെയാ വരിക? നിങ്ങളുടെ ബ്ലോക്കുകൾ എന്താണ്, എന്ത് ഇമോഷണൽ ബ്ലോക്കുകളാണ് നിങ്ങൾക്കുള്ളത്, ഇമോഷണൽ ബ്ലോക്കുകൾ എന്താ നിങ്ങൾക്കുള്ളത്. 4 തരത്തിലുള്ള ഇമോഷണൽ ബ്ലോക്കുകൾ പ്രാഥമികമായിട്ട് പറയുന്നു. ഒന്ന്, ഹെൽത്ത് ബ്ലോക്ക്, ആരോഗ്യത്തെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യത്തെ കുറിച്ചിട്ട് ആരോഗ്യപരമായിട്ട് അത് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയും. അതിനെ നമുക്ക് വേറെ രീതിയിൽ വിളിക്കാം, ട്രോമ എന്ന് വിളിക്കാം. നിങ്ങളുടെ ട്രോമ, നിങ്ങൾക്ക് ട്രോമ നൽകിയിരിക്കുന്ന ട്രോമയിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ബ്ലോക്കുകൾ ഉണ്ടാവുന്നത്. ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വല്ലാത്ത ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥ, ഒരു വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പൊ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയും, നിങ്ങൾക്ക് ഏറ്റവും സങ്കടം തന്നിട്ടുള്ള, ഏറ്റവും വിഷമം തന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമോഷൻ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ത്? നിങ്ങളുടെ ഇമോഷണൽ ബ്ലോക്ക്. ഒരു നെഗറ്റീവ് ഇമോഷൻ, നെഗറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ് നിങ്ങളിൽ എന്ത് ചെയ്യുന്നു? അത് ഉണ്ടാക്കുന്നു. നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ ഒരു അനുഭവം, ആ അനുഭവത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു ട്രോമ ഉണ്ടായിട്ടുണ്ട്. ആ ട്രോമയാണ് എന്ത് വെച്ചാൽ, ആ ട്രോമയിൽ നിന്നാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ട്രോമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളിൽ വല്ലാത്ത ഒരു ഷിഫ്റ്റ്, വല്ലാത്തൊരു ചേഞ്ച്, നിങ്ങളെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞ, നിങ്ങളെ വല്ലാണ്ട് വിഷമിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാകും. അത് എന്തെങ്കിലും നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മുതൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? യെസ് ഓർ നോ? വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, വളരെ വിഷമം നിറഞ്ഞിട്ടുള്ള സംഗതി എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യുക. അഡ്മിൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരമാവധി ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഉപകാരപ്പെടുന്ന സെഷനാണ് ഇത്. ഇറ്റ്സ് എ വെരി പവർഫുൾ സെഷൻ. ഓക്കെ, സോ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികൾ എന്താണെന്ന് എഴുതി വെക്കുക. നിങ്ങളുടെ ഏറ്റവും വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള, അതാണ് ഒരു ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത്. ആ ട്രോമാറ്റിക് ബ്ലോക്ക്, ആ പെയിന്, അത് നമുക്ക് ഹീൽ ചെയ്ത് കളയാം. അത് ഹീൽ ചെയ്ത് കളഞ്ഞാലാണ് പുതിയ നിങ്ങളുണ്ടാവും. അപ്പൊ പഴയ നിങ്ങളിലാണ് ഇപ്പോഴും നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്നത്. ഒരു കാര്യം ഹെൽത്ത് ബ്ലോക്ക് ആയിരിക്കാം. നിങ്ങൾ ചെറുപ്പത്തിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നീടായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു, പെട്ടെന്ന് മരണപ്പെട്ടു, അത് നിങ്ങൾ വല്ലാണ്ട് ആഘാതം ഉണ്ടാക്കി, അതൊരു ട്രോമയാണ്. അസുഖം വന്നു കുടുംബത്തിൽ ഒരാൾക്ക്, അത് നിങ്ങളെ വല്ലാണ്ട് ഷോക്കാക്കിച്ചിട്ടുണ്ടാവും. തളർന്ന് കിടപ്പിലായി, അത് നിങ്ങളെ വല്ലാണ്ട് തകർത്തിട്ടുണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താ വെച്ചാൽ വളരെ എന്താ പറയാ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള, സങ്കടപ്പെടുത്തിയിട്ടുള്ള, നിങ്ങൾ ചിലപ്പോൾ ചതിക്കപ്പെട്ടിട്ടുണ്ടാകാം, വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് ഈ തൊട്ടടുത്താകാം, അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, മാനസികമായിട്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാം, സെക്ഷുവലി അസോൾട്ട് ചെയ്തിട്ടുണ്ടാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലോക്ക് തന്നിട്ടുണ്ട്. വേറെ ഇമോഷണൽ ബ്ലോക്ക് എന്താണ്? റിലീജിയസ് ബ്ലോക്ക് ഓർ സ്പിരിച്വൽ ബ്ലോക്ക് എന്ന് പറയും. റിലീജിയസ് ബ്ലോക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ, റിലീജിയസ് ആയിട്ടുള്ള നിയന്ത്രണങ്ങൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക്, ഇപ്പൊ റിലീജിയനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന റിലീജിയൻ പ്രകാരം അത് നിങ്ങൾ ചെയ്യുകയോ അത്തരത്തിലുള്ള സംഗതികളുമായി ബന്ധപ്പെട്ടുള്ള ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വല്ലാണ്ട് ഉപദ്രവിച്ചു, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയതിൽ, അല്ലെങ്കിൽ ബന്ധുക്കൾ എല്ലാവരും കൂടെ കൂടിയിട്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, പരിഹസിച്ചു, നിങ്ങൾക്ക് വലിയൊരു ഇമോഷണൽ ബ്ലോക്കായി മാറും. വേറെ ബ്ലോക്ക് എന്താണ്? റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആണുള്ളത്. റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഫാമിലിയിൽ സോഷ്യൽ ബ്ലോക്ക് എന്ന് പറയും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്ലോക്ക് എന്ന് പറയും. നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതിന്റെ പേരിൽ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടാകാം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് സ്നേഹം വേണ്ട രീതിയിൽ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ വല്ലാണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു,
മറ്റുള്ള കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് സ്നേഹം കിട്ടി, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ടവനും കഴിവില്ലാത്തവനുമായി പോയി എന്നുള്ള രീതിയിലുള്ള തിങ്കിങ് ആയിരിക്കും. വാട്ട് എവർ ഇറ്റ് ഇസ്, ദാറ്റ് ബിക്കംസ് യുവർ ട്രോമ. റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇടയിൽ എന്നും വഴക്ക്, അത് നിങ്ങൾക്ക് ഭയങ്കര പെയിൻഫുൾ ആണ്, അത് ട്രോമാറ്റിക് ആണ്, ഭയങ്കര ട്രോമാറ്റിക് ആണ്. അപ്പൊ ഈ രൂപത്തിൽ എന്താ വെച്ചാൽ സ്പിരിച്വൽ ബ്ലോക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു. സ്പിരിച്വൽ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയപരമായിട്ടുള്ള ബ്ലോക്കുകൾ, അതായത് ആത്മീയപരമായിട്ടുള്ള ബ്ലോക്കിനെയൊക്കെ ഏറ്റവും വലിയ ഘടകമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയാതിരിക്കുക, അതേപോലെ തന്നെ എന്താ വെച്ചാല് സ്നേഹം കണ്ടീഷൻഡ് ആയിട്ട് ലഭിക്കുക, സ്പിരിച്വൽ ബ്ലോക്കിലേക്ക് നയിക്കും. അതേപോലെ മതപരമായിട്ടുള്ള പല കാര്യങ്ങൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില റെസ്ട്രിക്ഷൻസ് നിങ്ങളെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സ്പിരിച്വൽ ബ്ലോക്കിലേക്ക് പോകും. പിന്നീട് മതപരമായിട്ടുള്ള കാര്യങ്ങളോ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നിനും ഒരു താല്പര്യമില്ലാതായിരിക്കും. ആൻഡ് ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. എത്രയോ ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലേ? ആഗ്രഹമുണ്ട് നന്നാവാൻ, ആഗ്രഹമുണ്ട് ആത്മീയപരമായ കാര്യങ്ങൾ ചെയ്യാൻ, ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാൻ, ആഗ്രഹമുണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ, പക്ഷേ പറ്റുന്നില്ല, സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എസോർണോ? എത്രയോ ആൾക്കാർക്ക് ആ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാകും. കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. സോ ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. നിങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ നല്ല കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള, സ്വയം സെൽഫ് ഹീലിംഗ് ചെയ്യാനും അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും, മെഡിറ്റേഷൻസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ, ഇങ്ങനെയുള്ള നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള നമുക്ക് നല്ല അവസരമുണ്ട്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ്. സോ ദാറ്റ് ബിക്കംസ് എ പ്രോബ്ലം. ട്രോമാറ്റിക് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകും. അടുത്തത് എന്താണ്? സ്പിരിച്വൽ എഡ്യൂക്കേഷൻ പ്രോബ്ലം. സ്കൂളിൽ പഠിച്ച സമയത്ത് നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല, പല വിഷയങ്ങളിൽ പരാജയപ്പെട്ടു, പ്രയാസപ്പെട്ടു. അതിന്റെ പേരിൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നീ എന്താ പൊട്ടനാണോ, നീ എന്താ, അങ്ങനെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ പരിഹസിക്കപ്പെടുകയോ അല്ലെങ്കിൽ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിലൂടെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ, എക്സാമിന് കുറച്ച് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വിമർശിക്കപ്പെടുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇമോഷണൽ എഡ്യൂക്കേഷൻ ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പോലും പഠിക്കാൻ കഴിയുന്നില്ല. കാരണം ഉള്ളിൽ വന്നിരിക്കുന്ന ഒരു ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ പഠിക്കാൻ കഴിവില്ലാത്തവനാണ്, ഞാൻ പോരാ എന്നുള്ള തിങ്കിങ് ആണ്. ഈ ഒരു സംഗതിയിലുള്ള സംഗതികൾ ബേസ് ചെയ്തിട്ടും ട്രോമ ഉണ്ടാകും. ഇതാണ് ഇമോഷണൽ ബ്ലോക്ക്. വാട്ട് യു ഹാവ് ബീൻ, നിങ്ങൾ എന്ത് കടന്നുപോയി. ഇനി ഇത് മാത്രമാണോ? അടുത്തതെന്ന് പറയുന്നത് ബ്ലോക്കുകൾ ഒരു കാരണമാണെന്ന് പറഞ്ഞു. അടുത്തത് എന്താണ്? കോർ വാല്യൂസ്. നിങ്ങളുടെ കോർ വാല്യൂസ് എന്താണ്? നിങ്ങളുടെ കോർ വാല്യൂസിൽ പ്രശ്നങ്ങളുണ്ടോ? കോർ വാല്യൂസിൽ പ്രശ്നങ്ങൾ നിങ്ങൾ വിശ്വസിച്ചു. ഈ ബ്ലോക്ക് മൂലം ഉണ്ടാകുന്ന കുറെ വാല്യൂസ് ഉണ്ട്. നമുക്ക് ഫ്രീഡം നമ്മളുടെ ഒരു വാല്യൂ ആയിരിക്കും. ഫ്രീഡം അത് എക്സ്ട്രീം ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ചില ആൾക്കാർക്ക് ഫ്രീഡം ഭയങ്കരമായിട്ട് വാല്യൂ ആവുന്നത്. അതായത് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ വിമർശിക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ സ്നേഹിക്കപ്പെടാതിരിക്കുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ അല്ലെങ്കിൽ കൺട്രോൾ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കൺട്രോളിൽ നിന്ന് ഒരു ഫിയർ ഉണ്ടാവും. അത് ട്രോമാറ്റിക് ഇവന്റ് ആണ്. അതിൽ നിന്നൊരു ഫിയർ ഉണ്ടാവും. ആ ഫിയർ ആണെന്ന് വെച്ചാൽ ഒരു ഇൻസെക്യൂരിറ്റി ആണെന്ന് വെച്ചാൽ നോട്ട് ബീങ് സേഫ്. നമ്മൾ വേറെ ഒരാൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. ചെറുപ്പത്തിൽ മാതാപിതാക്കൾ വല്ലാണ്ട് കൺട്രോൾ ചെയ്ത് വളർത്തിയതാണെങ്കിൽ, അടിച്ചു വളർത്തിയതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെട്ട് വളർത്തിയതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ്. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ, നിങ്ങളുടെ ആത്മാവിനെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ, നിങ്ങളുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ നിങ്ങൾ വളർന്നതാണെന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ചാൽ ഫ്രീഡം ബിക്കംസ് എ വാല്യൂ, കോർ വാല്യൂ. ഫ്രീഡം എന്തിൽ നിന്ന്? ബ്രേക്കിംഗ് ദ ഫ്രീഡം. നമ്മളെന്ന് വെച്ചാൽ എല്ലാ ബ്രേക്കിംഗ് ദ ലിമിറ്റേഷൻസ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാത്തിനും ഒരു ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാവും. ആരും പറഞ്ഞാൽ കേൾക്കില്ല. സ്വയം പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തും. സ്വയം ആഗ്രഹിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. ദാറ്റ് ബിക്കംസ് ആൻ അഡിക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ചില ആൾക്കാർക്ക് എന്താ വെച്ചാൽ സ്വന്തം, അതായത് ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം, ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നമുക്കറിയാം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതാണ് അതിന്റെ ശരിയെന്ന് നമുക്കറിയാം. എന്നാൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നൊരു ത്വര, അത് ബ്രേക്ക് ചെയ്യാൻ, ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ത്വര. എന്നിട്ട് ആ തെറ്റ് ചെയ്തു പോകുമ്പോൾ നമുക്കൊരു കിക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ഒരാൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം അപകടകരമായ കാര്യങ്ങളിലേക്ക് പോവുക, ഹൈലി ഇമ്പൾസീവ് ആയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, എന്നിട്ട് പിന്നീട് റിഗ്രറ്റ് ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. ഇതിന്റെ കാരണം വരുന്ന വെച്ചാൽ കോർ വാല്യൂസിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്. ആ ഫ്രീഡം എന്ന് പറയുന്നത് ആക്ച്വലി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വാല്യൂ അല്ല.
അത് വന്നിരിക്കുന്നത് ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ്. ഫ്രീഡം വരേണ്ടത് ഇൻസെക്യൂരിറ്റിയിൽ നിന്നല്ല, കറേജിൽ നിന്നാണ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ട് ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് പല രീതിയിൽ കണക്ട് ആവുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ കോർ വാല്യൂസിൽ ഫ്രീഡം വരുന്നുണ്ടാവും ചില ആൾക്കാർക്ക്. ആ ഫ്രീഡം ഹെൽത്തി ആയിട്ടുള്ള ഫ്രീഡം ആണോ? അൺഹെൽത്തി ഫ്രീഡം ഉണ്ടാവും. അൺഹെൽത്തി ഫ്രീഡം അതാണെങ്കിൽ പരിശോധിക്കണം. നിങ്ങളുടെ കോർ വാല്യൂസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നല്ല അടിച്ചമർത്തപ്പെട്ടകളും സംഗതികളും കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിബലായി മാറി. ഇതാണ് ഈ ഫ്രീഡത്തിന്റെ മറ്റൊരു സംഗതി, റിബലാവുക. നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ഉറക്കപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിമർശിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. റിബലാണ്. റിബൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു എങ്ങനെ റിബൽ എന്നുള്ളതിന് പറയാം? നെക്സലൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളായിരിക്കും എന്ത്? ഏറ്റവും പ്രശ്നക്കാരായിട്ടുള്ള, അഹങ്കാരിയായിട്ടുള്ള, ധാർഷ്ട്യമുള്ള, പ്രശ്നക്കാരിയായിട്ടുള്ള, പറഞ്ഞാൽ കേൾക്കാത്ത, കുരുത്തക്കേടുള്ള, തലതിരിഞ്ഞ മക്കൾ. തലതിരിഞ്ഞത് നമ്മളായി പോയിട്ടുണ്ടാവും. അപ്പൊ ചെറുപ്പം മുതൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നിരിക്കുന്ന, ഈ ക്ലാസ്സിൽ വരുന്ന അധികം ആൾക്കാർ തലതിരിഞ്ഞവരാണ്. അത്ര നല്ല ആൾക്കാരൊന്നും ഇതിൽ വരില്ല. തലതിരിഞ്ഞ അധികം ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇതെല്ലാവർക്കും ഉണ്ട് കേട്ടോ, അതാ രസം. അധികം ആൾക്കാരും എന്താ ചോദിച്ചാൽ നമ്മുടെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളിലേക്ക്, സംഗതികളിലേക്ക് വരുന്നതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത്യാവശ്യം നല്ല പ്രശ്നം നമ്മുടെ കുടുംബത്തിലും വീട്ടിലും നമുക്കും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് താങ്ങാൻ കഴിയാതെ മാനേജ് ചെയ്യാൻ കഴിയുന്ന അധികം ആൾക്കാർ നമ്മുടെ ഈ പ്രതിലേക്ക് വരും. എല്ലാവരും അല്ല പറയുന്നത്, നിങ്ങളെ കുറിച്ച് ആയിരിക്കില്ല ഞാൻ പറയുന്നത്. ഒരു പരിധി വരെ അധികം ആൾക്കാർക്ക് എന്താ വെച്ചാൽ എനിക്കെന്തോ പ്രോബ്ലം ഉണ്ടോ എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ്, അല്ലെ, ഭർത്താവ് പറയുന്നു, മക്കള് പറയുന്നു, ഇവർ പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കോർ വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? അപ്പൊ നമുക്കൊക്കെ ഇതേപോലെ ഇവരുടെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, ശരിയാണ്, എനിക്കിത് പ്രശ്നമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള സംഗതി, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നി തുടങ്ങും. എനിക്ക് എത്രയോ തവണ തോന്നിയിട്ടുണ്ട്, ഞാൻ ഭയങ്കര എനിക്ക് എന്തെങ്കിലും സംതിങ് ഈസ് റോങ് വിത്ത് മീ, എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? നമുക്ക് തന്നെ തോന്നും. അപ്പൊ ഇത് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പൊ അതിന്റെ അളവിൽ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ റിബലായി പോകുന്ന സംഗതികളുണ്ട്. ഹൂ യു റിയലി വെയർ എന്നുള്ളതിൽ കോർ വാല്യൂസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അൺഹെൽത്തി ആയിട്ടുള്ള കോർ വാല്യൂസ് ഉണ്ടാകാം. നമ്മൾ ചെക്ക് ചെയ്യണം നിങ്ങളുടെ കോർ വാല്യൂസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉള്ളത്. നിങ്ങളുടെ കോർ വാല്യൂസ് ആണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. ഭയങ്കരമായിട്ട് ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അടങ്ങിയിരുന്ന ഒരു കാര്യം പ്രൊജക്ട് ചെയ്താലേ വിജയിക്കുള്ളൂ എങ്കിൽ അയാൾക്ക് ആ പ്രൊജക്ട് ചെയ്യാൻ കഴിയൂല. മനസ്സിലാവുന്നുണ്ടോ? അയാൾക്ക് ആ പ്രൊജക്ട് ചെയ്യണമെന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് പ്രൊജക്ട് ചെയ്ത് പോകണമെന്നുണ്ട്. എത്രയോ ആൾക്കാർക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നമില്ലേ? എത്ര പേർക്കുണ്ട് കൺസിസ്റ്റൻസി ഇല്ലാത്തത്? ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ് ചെയ്ത മീ. തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുന്നില്ല. മനസ്സിങ്ങനെ മങ്കി മൈൻഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചാടിക്കൊണ്ടിരിക്കുകയാണ്. അൺകോൺഷ്യസ്ലി ജസ്റ്റ് കമന്റ്. ഒരു സ്ഥലത്ത് ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നില്ല. സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്താ സംഭവം? മൈൻഡിന് എന്ത് ചെയ്യാണ്? മൈൻഡ് ബ്രേക്ക് ചെയ്യാണ്. മൈൻഡിന് താല്പര്യമുണ്ട്. നമ്മുടെ ഡീപ് ഡൗൺ കോർ വാല്യൂൽ എന്താണ്? നമ്മൾ റിബല. നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള ഫ്രീഡം വേണം, അൺഹെൽത്തി ആയിട്ടുള്ള പ്രശ്നമുണ്ട്. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? അപ്പൊ നമ്മുടെ മൈൻഡ് എന്ത് ചോദിച്ചാൽ, ഒന്നിലിങ്ങനെ നിന്ന് അച്ചടക്കത്തോടു കൂടി പോകാനുള്ള മൈൻഡ് അതിനില്ല, അതിനുള്ള ക്ഷമ അതിനില്ല. അപ്പോഴേക്കും എന്ത് ചോദിച്ചാൽ, ഇങ്ങനെ പോയാൽ എനിക്ക് പറ്റില്ല, ഇത് ബോറിംഗ് ആണ്, ഇതൊരു രസമില്ലാത്തവർ, ഇതിനൊരു എക്സൈറ്റ്മെന്റ് ഇല്ല. സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ജമ്പ് ചെയ്യും. രസമാണോ? അതിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഒരു കിക്ക് കിട്ടും, ഒരു രസമാണ്. അതിങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെ? അപ്പൊ നമ്മളത് അറിയാതെ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യണം? അൺകോൺഷ്യസ്ലി നമ്മുടെ പ്ലഷർ സീക്ക് ചെയ്യാണ് നമ്മുടെ ബ്രെയിൻ. ഇറ്റ് ഈസ് എൻ ഔട്ട്കം ഓഫ്, എന്താ പറയുക, നമ്മുടെ ട്രോമയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ വല്ലാണ്ട് കൺട്രോൾഡ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് റിബൽ ബിഹേവിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഗതികൾ വരും. കൺസിസ്റ്റൻസി ഇല്ലാത്ത പ്രശ്നങ്ങളുടെയൊക്കെ ഇൻഡെപ്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ തന്നെ അപ്പൊ നമ്മുടെ കോർ വാല്യൂസിൽ കുറെ ഇത്തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള സംഗതികൾ ഉണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? കോർ വാല്യൂസിൽ ഇത്ര അൺഹെൽത്തി ആയിട്ടുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കണം. നിങ്ങളുടെ കോർ വാല്യൂസിൽ വേറെ എന്താ നിങ്ങൾക്കുള്ളത്? കോർ വാല്യൂസ് നിങ്ങൾക്ക് അറിയാം, ഫ്രീഡം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് ആയിരുന്നു. അപ്പൊ വേറൊരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ, വേറൊരാൾ കൺട്രോൾ ചെയ്യുന്ന വലിയ പ്രശ്നമാവും. അപ്പൊ എക്സ്ട്രീം ആയിട്ട് പോകരുത്. ചില ആൾക്കാർക്ക് കോർ വാല്യൂ എന്ന് പറയുന്നത് സേഫ്റ്റിയാണ്. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ സേഫ്റ്റി കോർ വാല്യൂ ആവും. എന്താ സേഫ്റ്റി കോർ വാല്യൂ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം? അതിന്റെ നേട്ടം എന്താന്ന് പറഞ്ഞു തരാം. എന്ത് കാര്യം ഉണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോവാ എന്നുള്ള സംഗതി ഉണ്ടാവും. നല്ലതാണ്. അവർ കൂടുതൽ റിസ്ക് എടുക്കില്ല. പക്ഷെ പ്രോബ്ലം എന്താ? റിസ്ക് എടുത്താലേ ലൈഫ് രക്ഷപ്പെടുള്ളൂ എന്നറിയാം. അപ്പൊ റിസ്ക് എടുക്കാൻ പേടിയായിരിക്കും. അപ്പൊ പേടിയിൽ നിന്നാണ് കോർ വാല്യൂ വരുന്നത്. ഒന്ന് വന്നത് ഏതിൽ നിന്നാണ്? ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ്. രണ്ട് പേടിയിൽ നിന്ന് തന്നെയാണ്. ഒന്ന് വന്നിരിക്കുന്നത്
ഉപദ്രവിക്കപ്പെടുവോ എന്നുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുമോ എന്നുള്ള പേടി. മറ്റതെന്താണ്? എനിക്ക് അപകടം സംഭവിക്കുമോ എന്നുള്ള പേടിയാണ്. അപകടം സംഭവിക്കുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഞാൻ പ്രയാസത്തിലായി പോകുമോ, ഇനി എനിക്കത് വേണ്ട. അപ്പൊ അങ്ങനെയുള്ള പേടിയിൽ ഒതുങ്ങിപ്പോകും. അതൊരു കോർ വാല്യൂ ആണ്. സേഫ്റ്റി മൈൻഡ് സെറ്റ്. ചില ആൾക്കാർക്കുള്ള കോർ വാല്യൂ എന്ന് പറയുന്നത് വരുന്നത് എവിടുന്നാണെന്ന് വെച്ചാൽ, എനിക്ക് ഇങ്ങനെ അപ്രീസിയേഷൻ വല്ലാണ്ട് കിട്ടണം. കോർ വാല്യൂ, കോർ നീഡാണ് അപ്രീസിയേഷൻ വല്ലാണ്ട് കിട്ടണം. ഈ അപ്രീസിയേഷൻ വല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ അതിന്റെ ഭാഗമായിട്ട് എന്താ വെച്ചാൽ കോർ വാല്യൂവിൽ ഒരു സംഗതി വരും. എന്ത്? പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഗതി വരും. കോർ വാല്യൂ ആയിട്ട് വരും. ചില ആൾക്കാരുടെ കോർ വാല്യൂ വരുന്നതാണ് പെർഫെക്ഷനിസം ആണ്. ഈ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെർഫെക്ഷനിസം വന്നു കഴിഞ്ഞാൽ ഒന്ന് സേഫ്റ്റി, അല്ലെ? സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അവരുടെ റൂൾസ് പാലിക്കുക എന്നുള്ളതാണ് അവരുടെ കോർ വാല്യൂ. റൂൾസ് പാലിക്കണം. ഫ്രീഡം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്താണ് വേണ്ടത്? ന്യൂ എക്സ്പീരിയൻസ് ആണ്, വെറൈറ്റി വേണം എന്നുള്ളതാണ് അവരുടെ കോർ വാല്യൂ. പുതിയത്, ഇങ്ങനെ ഒരു ഇന്നോവേഷൻ വേണം, പുതിയത് വേണം. അതാണ് അവരുടെ കോർ വാല്യൂ. എപ്പോഴും പുതുമ വേണം എന്ന് ആഗ്രഹിക്കുക അവരുടെ കോർ വാല്യൂ. ആ കോർ വാല്യൂ വരുന്നത് എവിടുന്നാണ്? ഫ്രീഡം എന്ന് പറയുന്ന രീതിയിലാണ് പുറത്തേക്ക് വരിക. ഫ്രീഡം എന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരുന്നത് അത് എവിടുന്നാണ് വരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തിൽ നിന്നാണ്? കൺട്രോൾഡ് ആയിട്ട് ഒരു വല്ലാണ്ട് ചെറുപ്പത്തിൽ വല്ലാണ്ട് കൺട്രോൾഡ് ആയിട്ട് വളർന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് വരുന്നതാണ്. നേരത്തെ അതിനു മുൻപ് എന്താ പറഞ്ഞത്? സേഫ്റ്റി പറഞ്ഞു, അല്ലെ? ഈ സേഫ്റ്റി എന്ന് പറയുന്ന ആൾക്കാരുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് എല്ലാ റൂൾസും പാലിക്കണം എന്നുള്ളതാണ്. കറക്റ്റ് ടൈമിന് എത്തണം, പറഞ്ഞ വാക്ക് പാലിക്കണം. അവിടെ എന്താ സംഭവിച്ചത്? അവിടെയും ഇതേപോലെ എന്താ വെച്ചാല് സേഫ്റ്റി, ഡേഞ്ചറസ് ആയിട്ടുള്ള പല സിറ്റുവേഷനിലൂടെയും കടന്നുപോയി സേഫ് ആയി പോയത്, ഒതുങ്ങിപ്പോയതാണ് ആള്. അവർക്കും ഇതേപോലെ ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള പാരന്റിങ്ങോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പൊ പേടിയാണ് ഇവരെ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ അപകടത്തിൽ ചെന്ന് ചാടും, ഞാൻ തെറ്റ് ചെയ്ത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന അവരെ സംബന്ധിച്ച് റൂൾസ് ഫോളോ ചെയ്യുക. അവർ പെർഫെക്ഷനിസം ഭയങ്കരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അവർക്ക് ഭയങ്കരമായിട്ട് ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാകും. അതേപോലെ വേറെ സംഗതിയാണെന്ന് വെച്ചാല് ചില ആൾക്കാർക്ക് പെർഫെക്ഷനിസം എന്ന് പറയുന്ന സംഗതി വരും, എന്നാൽ പെർഫെക്റ്റ് ആവാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അവരുടെ ഒരു ഫിയർ വരുന്ന എവിടുന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരുന്ന ചില ആൾക്കാരുടെ മുൻപിൽ ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, കളിയാക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അതായത് നല്ല കുട്ടിയല്ല അല്ലെങ്കിൽ മോശമാണ് എന്നുള്ള രീതിയിൽ, അപ്പൊ നല്ല കുട്ടിയാവണം എന്നുള്ള ചിന്താഗതിയുടെ സംഗതികൾ ചെറുപ്പത്തിലേക്ക് മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ആ നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് രണ്ട് രീതിയിൽ വരും. ഒന്നെന്താ വെച്ചാല് പീപ്പിൾ പ്ലീസിങ്, ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിക്കാം, ആൾക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കാം. അവരുടെ മുൻപിൽ എന്താ വെച്ചാല് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എല്ലാ ദിവസവും ദുഃഖം. എത്ര പെർഫെക്റ്റ് ആയാലും മതിയാവില്ല, അതിനു വേണ്ടിയിട്ട് എത്ര ഇമ്പ്രൂവ് ചെയ്താലും നമുക്ക് മതിയാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണെന്ന് വെച്ചാല്, അല്ലെ, ഒരു നല്ല ഉമ്മയാവണം, നല്ല ഭാര്യയാവണം, നല്ല മക്കളാവണം, നല്ല മകളാവണം, ഇങ്ങനെയുള്ള രീതിയിലേക്ക് പീപ്പിൾ പ്ലീസിങ്ങിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പീപ്പിൾ പ്ലീസിങ്ങിലൂടെ കടന്നു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അങ്ങനെ ആയി കഴിഞ്ഞ് ഈ പെർഫെക്റ്റ് ആകാൻ വേണ്ടി ശ്രമിച്ച ആ പെർഫെക്ഷനിസത്തിന്റെ പുറത്ത് ഉള്ളിൽ, അപ്പൊ എപ്പോഴും ഉള്ളിൽ തോന്നുന്നത് ഞാൻ നല്ലതല്ല. അതിനെ പറയുന്ന പേരാണ് ഇംപോസ്റ്റർ സിൻഡ്രോം. ഞാൻ ഫേക്ക് ആണ്, ഞാൻ ഫ്രോഡാണ്, ഞാൻ ശരിയില്ല, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, സ്വയം എപ്പോഴും വെറുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ടും ഡെയിലി ദുഃഖം. യെസ്, എന്നിട്ടും ഡെയിലി ദുഃഖം തന്നെയാണ്. അപ്പൊ ഈ ഒരു സംഗതി എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഗതികൾ, പീപ്പിൾ പ്ലീസിങ്, ചില ആൾക്കാർ എന്താണ്, അപ്പൊ ഇവര് ഫേക്ക് ആയിട്ട് ജീവിക്കുക. ഇവർക്ക് ഇവരായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കുറവുകളുണ്ട്, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. ഇവരെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവരുടെ ഒരു വാല്യൂ വരുന്നു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് വെച്ചാൽ, ഇവർക്ക് എന്ന് വെച്ചാൽ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന വാല്യൂ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യും ചിലരെ സംബന്ധിച്ചിടത്തോളം. സിഗ്നിഫിക്കൻസ്, എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കിട്ടണം, ഞാൻ ഇവർ വല്ലാണ്ട് ഞാൻ സെന്റർ ഓഫ് അറ്റൻഷൻ ഇവർക്ക് വേണം. ഇവർക്ക് ഭയങ്കര റെസ്പെക്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അധികാരം ഇവരുടെ കൈകളിലേക്ക് വേണം എന്ന ചിന്ത വരും. ഇവർ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. ഇവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബിഹേവിയർ എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്ന ബിഹേവിയർ വരും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ബിഹേവിയർ വരും. സ്വയം കുറ്റപ്പെടുന്നത് ഉള്ളിൽ നടക്കുന്നുണ്ടാവും. ഇതിന് പുറമെ എന്ത് ചെയ്യും?
ഈ സ്വയം കുറ്റപ്പെടുന്ന ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. പ്രൊജക്ഷൻ എന്ന് പറയും. നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്തേക്ക് കാണിക്കുന്നത്. നമ്മളിൽ ഹാപ്പി അല്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെയും കൂടി കുറ്റപ്പെടുത്തിയിട്ട് നമുക്ക് കൂട്ടുകാരുണ്ടാക്കുക, നമുക്ക് കമ്പനി ഉണ്ടാക്കുക. അപ്പൊ നമുക്കൊരു ആശ്വാസമാണ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ അൺകോൺഷ്യസ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമുക്കുണ്ടാവും പെരുമാറ്റത്തിൽ. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. സിഗ്നിഫിക്കൻസ്, നമുക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട്, ഒന്നുകിൽ നമുക്ക് തുല്യത കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള സംഗതികളിലേക്ക് നമ്മൾ പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മളെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, അപ്പൊ ഇതിന്റെ പ്രോബ്ലം എന്താ? ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇങ്ങനെ കുറെ പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്ന നമ്മളാണ് യഥാർത്ഥ നമ്മൾ. ഇതാണ് ഞാൻ, ഇത്രയും കാലം ഞാൻ ഇതായിരുന്നു. ഇതിനുള്ള ഔട്ട്കമാണ് എനിക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ബുദ്ധിമുട്ടുകളാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ എനർജി. മനസ്സിലാവുന്നില്ല? ഈ എനർജി. അപ്പൊ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം? തിരിച്ചു വരാൻ പറ്റണം. റിയാലിറ്റിയെ ഞാൻ എന്ത് ചെയ്യാണ്? മനസ്സിലാക്കി തരികയാണ്. ഡോണ്ട് വറി, വി ഹാവ് ഹോപ്പ്. ഡോണ്ട് വറി. ഞാനിത് പറയുമ്പോൾ സങ്കടത്തിലേക്ക് പോകേണ്ട, ഇനി എന്ത് ചെയ്യും? അതിനുള്ള വഴിയല്ലേ നമുക്ക് വേണ്ടത്. ആൻഡ് ദാറ്റ്സ് ദ പവർ ഓഫ് ഗുഡ് ഹാർട്ട് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത് ഒരു സംഗതി. അപ്പൊ ഇതിന്റെ ഈ ഒരു ഔട്ട്കം നമുക്ക് ഉണ്ടാകാം. ഇതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ചതിക്കുന്ന, മറ്റുള്ളവരെ എപ്പോഴും മുകളിൽ നിൽക്കണം, മറ്റുള്ളവരെ താഴ്ത്തിക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റിയെക്കാട്ടിലും മറ്റുള്ളവരെ ചീറ്റ് ചെയ്യുന്ന മെന്റാലിറ്റി നമുക്ക് വന്നേക്കാം. നമുക്ക് താല്പര്യമില്ല ചീറ്റ് ചെയ്യാൻ. നമ്മുടെ സോളിന്, ആത്മാർത്ഥമായിട്ട് സോളിന് നമ്മൾ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ സെൽഫിഷ് ആയി പോകും. നമ്മൾ സെൽഫിഷ് ആയി പോവാണ്. ഞാൻ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിങ്ങനെ വേണം. അതുകൊണ്ടാണ് പല ആൾക്കാർ പല കാര്യങ്ങളും എന്ന് വെച്ചാൽ പരസ്പരം നല്ല രീതിയിൽ പോകുന്നതിനിടയിൽ എന്താ വെച്ചാൽ ചെറിയ കള്ളങ്ങൾ പറയുന്ന, നമുക്ക് വേണ്ടിയിട്ട് കള്ളങ്ങൾ പറയുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും. കാരണം നമ്മുടെ ഇമേജ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ മുൻപിൽ ജെനുവിനായിട്ട്, പ്യുവറായിട്ട്, നന്മയോട് കൂടിയിട്ട് നിൽക്കാതെ നമ്മളുടെ അഡ്വാൻറ്റേജ് നമ്മൾ അറിയാതെ സെൽഫിഷ് ആയിട്ടും മാനിപ്പുലേറ്റ് ചെയ്യുന്ന നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള, സ്വന്തം കാര്യങ്ങൾക്കും സ്വന്തം ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയർ നമ്മളിലേക്ക് വരും. ഇത് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. കാരണം ഇത് ഉള്ളിൽ ഈ സാധനം കിടക്കുന്നുണ്ടെങ്കിൽ കോർ ബിലീഫിൽ എന്ത് സംഭവിക്കും? കോർ ബിലീഫിൽ ഇത് സംഗതി കിടക്കുന്നുണ്ടെങ്കിൽ ഇതാണ് എനർജി പുറത്തേക്ക് വിടുന്നത്. നമ്മൾ പുറത്ത് വേറെ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും സംസാരിച്ചാലും ചിന്തിച്ചാലും ഒക്കെ ഉള്ളിൽ ഇതാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. കോർ വാല്യൂവിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുള്ള സംഗതികളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ, വെളിച്ചമടിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇതാണല്ലോ ഞാൻ ഇത്ര സെൽഫിഷ് ആണല്ലോ, ഞാൻ ഇങ്ങനെ പലരെയും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഞാൻ പലരെയും എന്താ പറയുക ചീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ചില ആൾക്കാർ ചില ബിസിനസ് പാർട്ണർഷിപ്പിലൊക്കെ വന്നിട്ട് വെച്ചാൽ നല്ല രീതിയിലേക്ക് നിന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ചീറ്റ് ചെയ്യും. അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ചീറ്റിംഗ് വരുന്നത് എവിടുന്നാണ്? അതിനൊരു ന്യായീകരണങ്ങൾ കണ്ടെത്തും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നമ്മൾ ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ട് കാര്യമില്ല. നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ലോവർ ഫ്രീക്വൻസി നമ്മുടെ ഉള്ളിൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നേരെ താഴേക്ക് പോകും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വളർച്ച മുന്നോട്ട് പോവില്ല. നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവരെ പ്രയാസത്തിലാക്കുക. എന്തുകൊണ്ട്? നമ്മൾ കോർ ബിലീഫിൽ നമ്മൾ ഇതായതുകൊണ്ട് നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല. നമ്മുടെ കൺട്രോൾ ഇല്ല. ബിക്കോസ് വി നീഡ് ടു ഹീൽ ദാറ്റ്. അത് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നമ്മുടെ ഉദ്ദേശശുദ്ധി, ഞാൻ കാരണം ഒരാളെയും ഞാൻ ഉപദ്രവിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉദ്ദേശശുദ്ധിയിലേക്ക് നമ്മൾ ചെല്ലണം. മനസ്സിലാവുന്നുണ്ടോ? ഒരാളുടെ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്? ഒരാളെയും ഉപദ്രവിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഹെൽപ്പ് ചെയ്യാം, നന്മ ചെയ്യാം. ആ ഒരു അവസ്ഥയിലേക്ക് നന്മയുടെ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, സ്നേഹത്തിന്റെ എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോഴേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുള്ളൂ? ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുള്ളൂ. കോർ ബിലീഫിൽ നിങ്ങൾ എന്താണ്? സെൽഫിഷ് ആണോ? ഇൻസെക്യൂർഡ് ആണോ? സേഫ് അല്ലേ? കോർ ബിലീഫിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് വെച്ചാൽ ലവ് ആൻഡ് കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് അടുത്തൊരു ചില ആൾക്കാരുടെ കോർ ബിലീഫിലുള്ള നീഡ് എന്ന് പറയുന്നത്. അവർക്ക് എന്താ വെച്ചാൽ ലവ് ആൻഡ് കണക്ഷൻ ഭയങ്കരമായിട്ട്. അപ്പോ രണ്ട് സ്റ്റേജ് ഉണ്ട്. ഒന്ന് തീരെ സ്നേഹത്തിൽ വിശ്വാസമില്ലാത്ത സ്റ്റേജ്, മറ്റൊന്ന് എക്സ്ട്രീമായിട്ട് ആൾക്കാരെ വിശ്വസിക്കുന്ന സ്റ്റേജ്. എക്സ്ട്രീമായിട്ട് ആൾക്കാരെ വിശ്വസിക്കുന്ന സ്റ്റേജും ഈ പറഞ്ഞിരിക്കുന്ന വളരെ എക്സ്ട്രീമായിട്ട് നാരോ മൈൻഡഡ് ആയിട്ട് ആൾക്കാരെ വിശ്വസിക്കാത്ത സ്റ്റേജും എന്ന് പറയുന്നതും ഒരു സ്നേഹം കിട്ടാത്തതിന്റെ ട്രോമയാണ്. തീരെ സ്നേഹം കിട്ടാത്തത്
പറ്റാത്ത ആൾക്കാരെന്ത് ചെയ്യും? ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ഒരു നേരം ഇയാൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, സ്വാഭാവികമായിട്ട് ഇയാൾ ഒരുപാട് കൊടുക്കുന്ന, എല്ലാവരെയും വിശ്വസിക്കുന്ന, ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന, ഭയങ്കരമായിട്ട് ഇറങ്ങി ചെന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ആൾക്കാരുണ്ട് അല്ലെ? തുറന്ന പുസ്തകവുമായിട്ട് നിൽക്കും, എല്ലാം തുറന്നു പറയും. ഇതെന്താ? ഈ എല്ലാം തുറന്നു പറയുക, എല്ലാ കാര്യങ്ങളും എന്താ പറയുക, ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുക, എല്ലാവരും ഇങ്ങോട്ട് വിശ്വസിക്കുക, എന്നിട്ട് അതിൽ വല്ലാണ്ട് ഇങ്ങോട്ട് ഡിപ്പെൻഡഡ് ആവുക, ഓവർ അറ്റാച്ച്ഡ് ആവുക, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുടെ സ്വാഭാവികമായിട്ട് എന്താണ്? ട്രോമാറ്റിക് റെസ്പോൺസ് ആണ്. അതേപോലെ തന്നെയാണ് എന്താ വെച്ചാൽ തീരെ സ്നേഹത്തിൽ തീരെ വിശ്വാസമില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ ഇതിന്റെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി ഉണ്ടാവും, ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണം. കൈവിട്ട് പോകുന്ന രീതിയിലുള്ള വളരെ ഇമ്പൾസീവ് ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ, അപ്പൊ ഹെൽത്തി ബൗണ്ടറി അതിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കണം. ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് ഹെൽത്തി ബൗണ്ടറി ഉണ്ടാവണം. നമുക്ക് എന്ത് പാടില്ല, എന്ത് എനിക്ക് വേണ്ട, എന്ത് അൺഹെൽത്തി ആണ്, എന്ത് അൺഹെൽത്തി അല്ല, ബാലൻസ്ഡ് ആയിക്കോളും. എക്സ്ട്രീം അങ്ങോട്ടും പോകരുത്, എക്സ്ട്രീം ഇങ്ങോട്ടും വരരുത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങേയറ്റം അങ്ങോട്ടും പോകരുത്, അങ്ങേയറ്റം ഇങ്ങോട്ടും വരരുത്. അപ്പോ അതായത് തീരെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആൾക്കാരെ, വിശ്വാസമില്ലാത്ത ആ ലെവലിലും പോകരുത്. അപ്പൊ നമുക്ക് സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഓവറായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, ഓവറായിട്ട് വല്ലാണ്ട് രീതിയിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരെയും വിശ്വസിച്ച് എല്ലാവരെയും അതിലേക്ക് നമ്മൾ ഓവർ അറ്റാച്ച്ഡ് ആയി ഓവർ അറ്റാച്ച്മെന്റിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അതും എന്താണ്? അപകടത്തിലേക്ക് നമ്മൾ ചെന്ന് ചാടിക്കും. സോ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, വി വിൽ ബി ഇൻ വറി ഓൾവേസ്. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ സ്നേഹം കിട്ടാത്തതിന്റെ പ്രശ്നത്തിലും പറയുമായിരിക്കും, മറ്റുള്ളവർ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ഒറ്റക്കാണ്, ഇങ്ങനെയുള്ള തിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. എപ്പോഴും ഒരു ഒറ്റപ്പെടലുണ്ടാവും. മറ്റത് എന്താണ്? ഒരുപാട് ചതിക്കപ്പെടുന്ന അവസരം ഉണ്ടാവും. എക്സ്ട്രീം സംഗതികളിലൂടെ നമ്മൾ പോകാൻ പാടില്ല. ഇതാണ് ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു സംഗതി ഫോർ ബിലീഫ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് സെൻസ് ഓഫ് ഗ്രോത്ത്, ഭയങ്കര ഗ്രോത്ത് വേണം. ഞാൻ ഇപ്പോഴും പോരാ, ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയും. എനിക്ക് കിട്ടിയതൊന്നും പോരാ, നമ്മളുടെ ഉള്ളിലേക്ക് ഒരു ആർത്തി വരിക. അതെന്തുകൊണ്ടാണ്? ചെറുപ്പത്തിൽ വേണ്ടത്ര രീതിയിലുള്ള അബണ്ടൻസും സംഗതികളും കാര്യങ്ങളും കിട്ടാതെ ദാരിദ്ര്യം വല്ലാണ്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നമുക്ക് കിട്ടേണ്ട അപ്രീസിയേഷനോ കിട്ടേണ്ട ഒരു അബണ്ടൻസോ അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡോ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് സ്ട്രഗിൾസും പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കോർബിൽ ഇതായിരുന്നു നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇനി ആരാണ്, ഇപ്പം ആരാണ് എന്നുള്ളത് വെച്ചാൽ അന്നത്തെ നമ്മൾ തന്നെയാണ് ഇപ്പോഴും നമ്മളിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ആൻഡ് വി ഹാവ് ടു ക്ലീൻ അവർ ഹാർട്ട്. നമ്മളുടെ പ്യുവർ, നല്ല നന്മയുള്ള, ബ്ലോക്കുകൾ ഇല്ലാത്ത ഹാർട്ടിലേക്ക് നമ്മൾ എത്തണം. ദ പവർ ഓഫ് ഗുഡ് ഹാർട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ നല്ല ഒരു മനസ്സിലേക്ക് നമ്മൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരിച്ചറിവുണ്ടാവുക. ഇനി ഇതിൽ നിന്ന് അടുത്ത സാധനമാണ് വാട്ട് വി ഹാവ് റിയലി ഹാവ് ബീൻ. വാട്ട് യു റിയലി ഹാവ് ബീൻ എന്നുള്ളതിൽ ഇതിന്റെ ഒരു ഔട്ട്കം സംഭവിക്കാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സംഗതികൾ ഉള്ളത് കൊണ്ട് നമുക്ക് ചില ഹാബിറ്റ്സുകൾ ഉണ്ടായിട്ടുണ്ട്, ചില ശീലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താ ഉണ്ടാകുന്നത്? നമുക്ക് ട്രോമ ഉണ്ടാകുന്നു, അതിൽ നിന്ന് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്നു, നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്നു, ഇമോഷണൽ ബ്ലോക്ക് ആയിട്ട് മാറുന്നു, വളരെ പെയിൻ ആയിട്ടുള്ള സംഗതിയായിട്ട് മാറുന്നു. അത് നമ്മൾ ഹീൽ ചെയ്തിട്ടില്ല, അധികം ആൾക്കാരും അത് ഹീൽ ചെയ്തിട്ടുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് എന്താ വെച്ചാൽ കോർ വാല്യൂസ് ഉണ്ടാകുന്നു. ഈ കോർ വാല്യൂസിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് റെസ്പോൺസുകൾ ഉണ്ടാകുന്നു, ബിഹേവിയറുകൾ ഉണ്ടാകുന്നു, ചില രീതിയിലുള്ള പ്രവർത്തികൾ ഉണ്ടാകുന്നു. അതിൽ നിന്ന് അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹാബിറ്റ്സ് ഉണ്ടാകുന്നു, ചില ഹാബിറ്റ്സുകൾ ഉണ്ടാകുന്നു. അത് ദുശ്ശീലങ്ങളായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദുശ്ശീലങ്ങളായിരിക്കാം. ദുശ്ശീലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ നിന്നുണ്ടാകുന്ന ഹാബിറ്റ്സ് എന്താണ്? മറ്റുള്ളവരോട് ചതി ചെയ്യുന്ന, മറ്റുള്ളവരെ ചതിക്കുന്ന ഒരു ദുശ്ശീലം ചിലർക്കുണ്ടാവാം. മറ്റുള്ളവർ കളവ് പറയുന്ന ദുശ്ശീലം ഉണ്ടാകാം. അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന ഒരു ദുശ്ശീലം ഉണ്ടാകാം. എന്താണ്? സ്ട്രെസ്സിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഭാവിയിൽ അസുഖം വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരുപാട് കാലമായിട്ട് സിഗരറ്റ് വലിച്ച ഒരാൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ അസുഖം വന്നു? അത് ദുശ്ശീലം ഉണ്ടായതാണ്. അതേപോലെ തന്നെ നമുക്ക് വെച്ചാൽ നിങ്ങൾ ഒരുപാട് തവണ നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് പലരും നിങ്ങൾ ഒഴിവാക്കിയിട്ട് പോയി, നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ദുശ്ശീലമുണ്ട്. നിങ്ങൾ സെൽഫിഷ് ആണ്, നിങ്ങൾ സെൽഫ് സെന്റേർഡ് ആയിട്ട് ജീവിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ സംഗതികളിലേക്ക് മാത്രം മറ്റുള്ളവരെ ഉപയോഗിച്ച് ജീവിക്കുന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർ ആരും നിങ്ങളുടെ കൂടെ ഇല്ല. ആ ദുശീലമുണ്ട്, അതൊന്നും ശീലമുണ്ട്, ഒരു റിപ്പീറ്റേഷൻ നടക്കുന്നുണ്ട്, പാറ്റേൺ ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ശീലമുണ്ട്. നിങ്ങൾ വാട്ട് യു റിയലി ഹാവ് ബീൻ, ഇത്രയും കാലമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലം എന്താണ്?
കാലത്ത് 5 മണിക്ക് എണീക്കുന്നില്ല. എണീക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ നിങ്ങൾ ഉറങ്ങുന്നില്ല, അതൊരു ശീലമാണ്. മനസ്സിലാവുന്നുണ്ട്? ആ ദുശീലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ദുശീലത്തിൽ നിന്ന് തിരിച്ചു വരണം. മറ്റുള്ളവരെ യൂസ് ചെയ്യുന്ന, മറ്റുള്ളവരെ അല്ലെങ്കിൽ എന്താ പറയുക, സെൽഫിഷ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ബിഹേവിയർ നമുക്കുണ്ടോ? മറ്റുള്ളവരെ പരിഗണിക്കാത്ത, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റി നമുക്കില്ലേ? നിങ്ങളുടെ ജോലികൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു 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 ഉത്തരവാദിത്തത്തോടു കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ശീലമില്ല. ഇത് എവിടെ നിന്ന് വരുന്നതാ? നമ്മുടെ ട്രോമകളിൽ നിന്നും, പ്രശ്നങ്ങളിൽ നിന്നും, സംഗതികളിൽ നിന്നും വരുന്നതാണ്. ക്ലിയർ ആണോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? ഫ്രീഡം എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് എന്താ വെച്ചാൽ നിങ്ങൾ റിസ്ക് എടുത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾ വിജയിക്കാത്തത്, വളരാത്തത്. നിങ്ങൾ റിസ്ക് എടുത്തിട്ടില്ല. അങ്ങനെ റിസ്ക് എടുക്കുന്ന ഒരു ശീലമില്ല. നിങ്ങൾക്ക് എപ്പോഴും സേഫ്റ്റി എന്നുള്ള ശീലമാണ്. സേഫ്റ്റി 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 സേഫ്റ്റി. എന്ത് വന്നു കഴിഞ്ഞാലും സേഫ്റ്റിയിലേക്ക് പോവുക. എന്ത് വന്നു കഴിഞ്ഞാലും ആ ഫിയർ മോഡിലേക്ക് പോവുക. ആ ഫിയർ മോഡാണ് നിങ്ങളെ കൊണ്ട് ഡിസിഷൻ എടുത്ത് നിങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം ഇത് ചേഞ്ച് ചെയ്യണം. ഹൗ യു ഗോണ ചേഞ്ച് ഇറ്റ്? യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. നമ്മളിൽ വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മളെ ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. നമ്മൾ ക്ലിയർ ചെയ്യണം. നമ്മൾ ചെയ്ത തെറ്റുകൾ, നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളെ തിരുത്തണം. നമ്മളോട് ചെയ്ത തെറ്റുകൾ, മറ്റുള്ളവരോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ നമ്മൾ തിരുത്തിയേ പറ്റും. ദേഷ്യപ്പെട്ടത്, മറ്റുള്ളവരെ വെറുപ്പിച്ചത്, മറ്റുള്ളവർക്ക് സങ്കടം ഉണ്ടാക്കിയത്, തെറ്റുകളെ തിരുത്തിയേ പറ്റൂ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി സെൽഫിഷ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കരുത്. മറ്റുള്ളവർക്ക് പെയിൻ ഉണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ലോവർ ഫ്രീക്വൻസിയാണ്. നിങ്ങൾ സെൽഫിഷ് ആണ്. സെൽഫിഷ് ആകുമ്പോൾ നിങ്ങൾ സെൽഫ് സെന്റേർഡ് ആണ്. സെൽഫ് സെന്റേർഡ് ആകുമ്പോൾ നിങ്ങൾ നാരോ മൈൻഡഡ് ആണ്. നിങ്ങൾ നാരോ മൈൻഡഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ എടുക്കുകയാണ്. എടുക്കുമ്പോൾ നിങ്ങൾ എന്താണ്? സെൽഫിഷ് മോഡിലാണ്. സെൽഫിഷ് മോഡിലാകുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ എന്തിലൂടെ കടന്നു പോകും. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന ഫീലിംഗ് വരും. ഫീലിംഗ് വരുമ്പോൾ നിങ്ങളുടെ എനർജി ഡൗൺ ആകും, ലോ ഫ്രീക്വൻസിയിലേക്ക് പോകും. സോ ഡോണ്ട് ഡു ദാറ്റ്. ആ ലോ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് വർക്ക് ചെയ്യില്ല. ക്ലിയർ ആണോ പറയുന്നത്? ഹലോ, എന്തുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ല? ബിക്കോസ് ദിസ് ഈസ് ഹൂ യു ആർ. വി വിൽ അട്രാക്ട് ഹൂ വി ആർ. നമ്മൾ എന്താണോ അതേ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ. നമ്മൾ എന്താണോ അതാ നമുക്ക് അട്രാക്ട് ചെയ്യുള്ളൂ, അതേ നമുക്ക് ലഭിക്കുള്ളൂ. ഹൂ വി ആർ, വി വിൽ ഗെറ്റ് വാട്ട് വി ആർ, ഹൂ വി ആർ. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്താണ്, ആ റിപ്പീറ്റേഷനിൽ നിങ്ങളൊന്ന് ശരിക്കും കോർ വാല്യൂസിലേക്ക് വെളിച്ചം കണ്ണടിച്ച് നോക്കി. എത്ര പേർക്ക് ഇപ്പൊ കാണാൻ പറ്റി? ഓ, ഇതാണല്ലോ എന്റെ പ്രശ്നം. എത്ര പേർക്ക് പുതിയ റിയലൈസേഷൻ ഉണ്ടായി? ഷുവർ റിയലൈസ് വാവ് ഒന്ന് കമന്റ് ചെയ്ത്. റിയലൈസേഷൻ ഉണ്ടായിരുന്നു? ജസ്റ്റ് കമന്റ് ഡൗൺ. വാവ്, കമന്റ് ഡൗൺ. വാവ് ഒന്ന് കമന്റ് ചെയ്യും. ജസ്റ്റ് കമന്റ് ഡൗൺ, ജസ്റ്റ് കമന്റ് ഡൗൺ. യെസ്, വാവ്. കണ്ണ് തുറക്കണം നമ്മൾ. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇത്രയും കാലം എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് എന്ത് ഹാബിറ്റ്സ് ആണ്? നിങ്ങൾ ചോദിക്കുക, എന്ത് ഹാബിറ്റ്സ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? ഓക്കെ, ഇനി അതാണ് വാട്ട് ഈസ് എന്ന് പറയും. വാട്ട് ഈസ് എന്ന് പറയും. നമ്മളിൽ അധികം ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ വാട്ട് ഈഫ് ആണ്. ഇനി അങ്ങനെ സംഭവിച്ചാലോ, ഇനി ഇങ്ങനെ സംഭവിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ട് സ്റ്റക്കായി നിൽക്കും. അതിന് പകരം വാട്ട് ഈസ് റിയലി ഹാപ്പനിങ്, എന്താണ് സംഭവിച്ചത്? ഇത് തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് ഇറ്റ്. മനസ്സിലാവണോ? നമുക്ക് എന്ത് ചെയ്തേ പറ്റും? ചേഞ്ച് ചെയ്തേ പറ്റും. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു കം ബാക്ക്. സോ നിങ്ങൾ ഒന്ന് എഴുതി വെച്ച്, വാട്ട് ആർ ദ ഹാബിറ്റ്സ്? എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇതുവരെയുള്ളത്? പരിഹാരമാണ്. ഇപ്പൊ പ്രോബ്ലം മനസ്സിലായി, പരിഹാരമാണ് ഇനി വേണ്ടത്. തീർച്ചയായിട്ടും പരിഹാരമാണ് വേണ്ടത്. പരിഹാരത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പരിഹാരത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യു നീഡ് ടു ഹീൽ. യു നീഡ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്. ക്വസ്റ്റ്യൻ യുവർ സെൽഫ് ആൻഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. അതായത് ഹോണസ്റ്റ് ആവുക. ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. ഹോണസ്റ്റി, ഓൾവേസ് ബി ഹോണസ്റ്റ്. നിങ്ങൾ ഹോണസ്റ്റ് ആവുക. നിങ്ങൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യണം. ക്വസ്റ്റ്യൻ യുവർ ഡിസോണസ്റ്റി. ക്വസ്റ്റ്യൻ യുവർ ഡിസോണസ്റ്റി. നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾക്ക് ഡിസോണസ്റ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, സ്വയം പരിശോധന നടത്തും. ഇത് ഭയങ്കര പ്രയാസമാണ് ഈ സംഗതി ചെയ്യാൻ. നമ്മൾ അറിയാതെ നമ്മളെ ന്യായീകരിക്കുന്ന, നമ്മുടെ തെറ്റുകളെ ന്യായീകരിക്കുന്ന, നമ്മൾ ഫിയറിലേക്ക് പോയിട്ട് നമ്മൾ പേടിച്ചിട്ട് നമ്മൾ റിയാലിറ്റി നോക്കാൻ നമ്മൾ ധൈര്യപ്പെടില്ല, നമുക്കത് ഇഷ്ടമില്ല, അത് കംഫർട്ടബിൾ അല്ല, അത് മറ്റൊരു ട്രോമ ട്രിഗർ ആണ്, അതിൽ നിന്ന് ഒളിച്ചോടിയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും? ഞാൻ എന്റെ ഉള്ളിൽ നല്ല ഉദ്ദേശമുണ്ട്, ഉദ്ദേശമുണ്ട്, പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുൻപ് യു ഹാവ് ടു വർക്ക് ഓൺ യുവർ സെൽഫ്, ബിക്കോസ് യു ഹാവ് എ പ്രോബ്ലം, ബിക്കോസ് സംതിങ് ഈസ് റിപ്പീറ്റിംഗ്. ലൈഫ് ഫിക്സ് ആയിട്ടില്ല, പ്രോബ്ലംസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ് ഓർ നോ? പ്രോബ്ലംസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. There is a problem and the thing is like repeating. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. യു ആർ ഇൻ ദ റോങ് ട്രാക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളോട് എന്താ പറയുന്നത്? സോ there is something wrong എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് and accept that fact. നമ്മളെ ഷുഗർ കോട്ട് ചെയ്യുന്നതിന് മുൻപ്, നമ്മളെ ന്യായീകരിക്കുന്നതിന് മുൻപ്, നമ്മൾ നമ്മുടെ ഉദ്ദേശശുദ്ധി മുൻപിലേക്ക് എടുത്തു വെക്കുന്നതിന് മുൻപ്, ആ ഉദ്ദേശശുദ്ധി ഉണ്ട്, നമ്മളിൽ എല്ലാവർക്കും നന്മയുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബി ഹോണസ്റ്റ്. വാട്ട് ആർ മൈ പ്രോബ്ലംസ്? എന്റെ പ്രോബ്ലംസ് എന്താണ് എന്ന് എഴുതി വെക്കുക. എന്താണ്? വാട്ട് ഷുഡ് ഐ കറക്റ്റ്? What should I correct? Be very clear about that. What should I correct? ഞാൻ എന്ത് കറക്റ്റ് ചെയ്യണം? In my behavior, in my habits. In my habits. ഹാബിറ്റ്സിൽ എന്ത് കറക്റ്റ് ചെയ്യണം? എന്റെ ബിഹേവിയറിൽ എന്ത് കറക്റ്റ് ചെയ്യണം? എന്റെ ബിലീഫ്സിൽ എന്ത് കറക്റ്റ് ചെയ്യണം? എന്റെ വിശ്വാസങ്ങൾ എന്ത് കറക്റ്റ് ചെയ്യണം? പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ബിഹേവിയറിൽ, പെരുമാറ്റത്തിൽ ഞാൻ എന്ത് കറക്റ്റ് ചെയ്യണം? എന്റെ ചോയ്സുകളിൽ, ചില ചോയ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്, അൺകോൺഷ്യസ് ആയിട്ടുള്ള ചോയ്സാണ്, എനിക്കറിയാതെ തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല. എന്റെ കൺട്രോൾ കിട്ടാത്ത ചില ചോയ്സുകളുണ്ട്. ഹാബിറ്റ്സ് പറഞ്ഞു, ബിഹേവിയർ പറഞ്ഞു, ആക്ഷൻസ്, ചില ആക്ഷൻസ് ഞാൻ എടുക്കുന്നുണ്ട്. ആ ആക്ഷൻസ് എന്താണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്? കറക്റ്റ് ചെയ്യേണ്ട ആക്ഷൻസ് എന്താണ്? ചില ജോലികൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുടെ ബിസിനസ്സിൽ വളരാതിന്റെ കാരണം നിങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അതറിയാം. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയുന്ന, നിങ്ങളെ പറ്റി നന്നായിട്ട് അറിയുന്ന നിങ്ങളാണ്. യെസ് ഓർ നോ? ക്ലിയർ ആണോ? കുട്ടിക്കാലത്ത് ഒന്നും പഠിക്കില്ല എന്ന് പറഞ്ഞു, ഇപ്പൊ പഠിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അതെങ്ങനെ ഹീൽ ചെയ്യും? അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്യണം. അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീലിംഗ് ആണ്. ഹീലിംഗ് ചെയ്യണം. യു ഹാവ് ടു ഹീൽ യുവർ സെൽഫ്. നിങ്ങളെ ഹീൽ ചെയ്യണം. ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ്. നിങ്ങൾക്ക് സെൽഫ് ലവ്, മറ്റുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ബട്ട് അതിനേക്കാളും എന്താ വെച്ചാൽ യു നീഡ് ഹെൽപ്പ്. ഒരു തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് ചിലപ്പം വേണ്ടി വന്നേക്കാം, നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. ബിക്കോസ് സംടൈംസ് വി നീഡ് ഹെൽപ്പ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റും. അതിനാണ് നമ്മൾ നമ്മുടെ ഈ കോഴ്സ് നടത്തുന്നത്. നമ്മളുടെ മൈൻഡ് പവർ ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ എന്ന് വെച്ചാൽ നിങ്ങളെ ഹീൽ ചെയ്യാനുള്ള സെഗ്മെന്റ് ഉണ്ട്. വി വിൽ ബി ഹീലിംഗ് യു. നിങ്ങളുടെ പ്രോബ്ലംസ്, സംഗതികൾ, ബ്ലോക്കുകൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഹീൽ ചെയ്യും. വി വിൽ ബി ഹീലിംഗ് യു. മനസ്സിലാവുണ്ട്? അതിനാണ് നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഹീലിംഗ് തെറാപ്പിസ്റ്റിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് വെച്ചു തരുന്നത്. വിൽ ബി ഹീലിംഗ് യു. ഹീൽ ചെയ്യും, നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്യും. അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീൽ യുവർ സെൽഫ്. ഹീലിംഗ് എങ്ങനെയാണ് നടക്കേണ്ടത്? വി ഹാവ് ടു ബി വെരി ജെന്റിൽ. നമ്മളോട് ജെന്റിൽ ആവണം. കറക്റ്റ് ആയിട്ട് റിയാലിറ്റി അവയർനെസ് നമുക്ക് വരിക. നമുക്ക് എന്താണ്, വാട്ട് ഈസ് സംതിങ് റോങ് വിത്ത് മീ, അല്ലെങ്കിൽ വാട്ട് ഈസ് എക്സാക്ട്ലി റോങ് വിത്ത് മീ, എന്തൊക്കെ ബിഹേവിയേഴ്സ് ആണ് എനിക്ക് ചേഞ്ച് ചെയ്യണമെന്ന് ക്ലിയർ വരിക. ആ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യഥാർത്ഥ റൂട്ട് കോസിലേക്ക് നമ്മൾ നേരത്തെ റൂട്ട് കോസിൽ തിരിച്ചു വന്നു. സോറിനോ, നമ്മൾ റൂട്ട് കോസിൽ നിന്ന് തിരിച്ചു. മനസ്സിലായവർ ഒന്ന് കമന്റ് ചെയ്ത്, റൂട്ട് കോസിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വന്നത്. റൂട്ട് കോസ് എന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ് ഡൗൺ. റൂട്ട് കോസ്, ജസ്റ്റ് കമന്റ് ഡൗൺ. RC എന്ന് കമന്റ് ചെയ്യും. റൂട്ട് കോസ്, RC എന്ന് കമന്റ് ചെയ്യും. റൂട്ട് കോസ് നിങ്ങൾക്ക് മനസ്സിലായ ആൾക്കാർ, റൂട്ട് കോസ് മനസ്സിലായ ആൾക്കാരുണ്ട്, RC എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ റൂട്ട്സ്, ചില പ്രശ്നങ്ങളുടെ റൂട്ട് കോസ് മനസ്സിലായി, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് സംഭവിച്ചു, റൂട്ട് കോസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിന്റെയും റൂട്ട് കോസ് നിങ്ങൾ ഇതേപോലെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ പ്രശ്നത്തെ നമ്മൾ റൂട്ട് കോസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ആ റൂട്ട് കോസ് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ചെയ്യേണ്ട ഏരിയ എന്താണ് കണക്ട് ചെയ്യും. നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ബിഹേവിയർ, പെരുമാറ്റം, ശീലങ്ങൾ, സംഗതികൾ, ഇതാണ് നമ്മൾ. ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ റൂട്ട് കോസിൽ ഇങ്ങനെയാണ്, നമ്മൾ ഇത് അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ, ഈ ട്രോമ എന്നിൽ ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇനി കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹീൽ ചെയ്യണം. ആ റൂട്ട് കോസിൽ പോയിട്ട് ഹീൽ ചെയ്യണം. ആ റൂട്ട് കോസിൽ പോയിട്ട് ഹീൽ ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഹീൽ യുവർ സെൽഫ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് ടു ടേക്ക് എ സ്ട്രോങ് ഡിസിഷൻ. ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കണം. ആ ഹീലിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കേണ്ടത്, സ്ട്രോങ് ഡിസിഷൻ. ആ ഡിസിഷൻ എന്ന് പറയുന്നത് വെച്ചാൽ പുതിയ വാല്യൂസ് സെറ്റ് ചെയ്യുക. സെറ്റ് ന്യൂ വാല്യൂസ്. ന്യൂ വാല്യൂസ് സെറ്റ് ചെയ്യും. പുതിയ വാല്യൂസ് ഉണ്ടാകും. ഹീലിംഗ് കഴിയുന്ന ആ ഒരു ആ ഹീലിംഗ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ ബിലീഫ് സിസ്റ്റം നിങ്ങൾക്ക്, പുതിയ മീനിങ് നിങ്ങൾക്ക് സെറ്റ് ചെയ്തിടണം ലൈഫിനെ കുറിച്ച്. ദെൻ യു ഹാവ് ടു ടേക്ക് എ വെരി സ്ട്രോങ് ഡിസിപ്ലിൻഡ് ഡിസിഷൻ. അതായത് എന്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഇതിങ്ങനെ ചെയ്തേ പറ്റൂ. ആൻഡ് ദാറ്റ് ഈസ് എ റിയാലിറ്റി. യു ഹാവ് ടു അക്സെപ്റ്റ്. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇതിങ്ങനെ ചെയ്താലേ പറ്റൂ. ഇത്രയും കാലം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയുള്ളൂ, ഇനിയും ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കണം. നമ്മുടെ കോർ വാല്യൂസ് ശ്രദ്ധിക്കണം. നമ്മുടെ കോർ വാല്യൂസ് നമ്മൾ പൂർണ്ണമായിട്ടും കറക്റ്റ് ചെയ്യണം, ഹീൽ ചെയ്യണം, ഡിസിഷൻ എടുക്കണം. ആ കോർ വാല്യൂസ് ചേഞ്ച് ചെയ്യണം. കാരണം ആ കോർ വാല്യൂസ് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതായത് കുറച്ച് നമ്മുടെ കോർ വാല്യൂസ് എന്താണെന്ന് അറിയും ചില ആൾക്കാരുടെ കോർ വാല്യൂസ്, കുറച്ചു നേരം പണിയെടുത്തിട്ട് വേണം വെറുതെ ഇരിക്കണം. അതാണ് കോർ വാല്യൂ. ഹലോ, മനസ്സിലായോ? റിലാക്സ് ചെയ്യണം, കോർ വാല്യൂ. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്നുണ്ട്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചികിത്സ എന്നർത്ഥം. ചികിത്സിക്കുക, പരിഹാരം കണ്ടെത്തുക. നിങ്ങളെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ആ ഒരു വിഷമമുള്ള സംഗതി ഉണ്ടല്ലോ, ആ വിഷമവും സംഗതികളൊക്കെ നമ്മൾ ഒരു തെറാപ്പി ചെയ്തിട്ട്, ഹീലിംഗ് എന്ന് പറയുന്നത് തെറാപ്പി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഹീലിംഗ്. ചികിത്സിക്കുകയാണ്, ചികിത്സിച്ച് മാറ്റുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എനിവേ, പറഞ്ഞു വന്ന പോയിന്റ് എന്തായിരുന്നു? തൊട്ട് മുമ്പത്തെ പോയിന്റ് എന്തായിരുന്നു? വി ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. അപ്പൊ ചില ആൾക്കാരുടെ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് റിസൾട്ട് കിട്ടാതെ, കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത്? അവരുടെ കോർ വാല്യൂ എന്താണ്? ഒളിച്ചോട്ടമാണ്. നിങ്ങളുടെ കോർ വാല്യൂ എന്താണ്? ഒളിച്ചോട്ടമാണ്, റിലാക്സേഷൻ ആണ്, വെറുതെ ഇരിക്കലാണ്. അതാണ് കോർ വാല്യൂ. ഹലോ ഹലോ ഹലോ, മനസ്സിലായോ? കോർ വാല്യൂ എന്ന് പറയുന്നത്, നിങ്ങളുടെ കോർ വാല്യൂ എന്താണ്? ചിലർക്ക് കോർ വാല്യൂസ് എന്താണ്? വെറുതെ ഇരിക്കലാണ്. അഡ്രസ് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശരിക്കുള്ളത് മനസ്സിലാക്കണം. അല്ലെ, നിങ്ങളൊന്ന് എഴുതിയേ, എന്തൊക്കെയാണ് നിങ്ങളുടെ കോർ വാല്യൂ? നിങ്ങളുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലാണ്. നിങ്ങളുടെ കോർ വാല്യൂ എന്ന് പറയുന്നത് ആരെങ്കിലും എന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെ ഇടിച്ച് തകർത്ത് ഇല്ലാണ്ടാക്കലാണ്, അവരോട് ചൂടാവലാണ്. അതാണ് കോർ വാല്യൂ. ഞാനത് അവരോട് അങ്ങനെ പെരുമാറുള്ളൂ. ദാറ്റ് ഇസ് യുവർ കോർ വാല്യൂ. എന്നെ എങ്ങാനും ഇങ്ങനെ രൂപത്തിലൊക്കെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ രൂപത്തിൽ പ്രതികരിക്കും. ദാറ്റ്സ് യുവർ കോർ വാല്യൂ. കാരണം അങ്ങനെ പ്രതികരിച്ചില്ല പിന്നെ എന്താണ്? നിങ്ങളുടെ കോർ വാല്യൂ എന്താണ്? ഒളിച്ചോട്ടം. നിങ്ങൾക്ക് സുഖം തരുന്ന ഒരു കാര്യമുണ്ട്, അതാണ് കോർ വാല്യൂ. സുഖം തരുന്ന, ഒരു പ്ലഷർ തരുന്ന, സമാധാനം തരുന്ന എന്തോ സംഗതിയുണ്ട്. പക്ഷെ അത് കറക്റ്റ് അല്ല. നിങ്ങൾക്ക് ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളെ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, നിങ്ങളെ കൂടുതൽ മടിയനാക്കുന്ന, കൂടുതൽ ഒളിച്ചോടുന്ന, കൂടുതൽ ലാഗാക്കുന്ന സംഗതിയാണത്. ക്ലിയർ ആണോ? മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ തേടുന്ന സംഗതികൾ. കുറച്ചങ്ങ് ജോലി ചെയ്യുമ്പോഴേക്കും ബ്രേക്ക് എടുക്കണം തോന്നുന്നു. കോർ വാല്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ജോലി ചെയ്താൽ മതി എന്നുള്ളത് കോർ വാല്യൂ. ചിലരുടെ കുറച്ച് പണിയെടുക്കുക, കൂടുതൽ റിസൾട്ട് കിട്ടും, എളുപ്പ വഴി എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ചിലരുടെ കോർ വാല്യൂസിൽ പെട്ടതാണ്. ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ നേടുക. മനസ്സിലാവുന്നുണ്ടോ? ഹലോ, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ഇതുപോലെ എന്ത് തിങ്കിങ് ആ ഉള്ളത്? ആ കോർ വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. വി ഹാവ് ടു റീപ്ലേസ് വിത്ത് എ ന്യൂ പവർഫുൾ ലൈഫ് ചേഞ്ചിങ് കോർ വാല്യൂ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അപ്പൊ ഈ നിങ്ങളുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ലെങ്കിലും അത് കിട്ടണം. അപ്പൊ നിങ്ങളുടെ മൈൻഡ് അറിയാതെ അതിലേക്ക് എന്ത് പോകും? അപ്പൊ ഡീപ്പ് ഡൗൺ ഡിഗ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അതിനെ ചേഞ്ച് ചെയ്തിട്ട് പുതിയ കോർ വാല്യൂസ് സെറ്റ് ചെയ്യണം. അതായത് നമ്മൾ മനസ്സിലാക്കി റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാം. ഇങ്ങനെ പണിയെടുത്താലേ ഇങ്ങനെ റിസൾട്ട് കിട്ടൂ, സ്ഥിരമായിട്ട് പണിയെടുത്താലേ റിസൾട്ട് കിട്ടൂ എന്ന റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ആ സ്ഥിരമായിട്ട് പണിയെടുക്കാനുള്ള മൈൻഡ് ഉണ്ടാവണം. അതാണ് കോർ വാല്യൂ, പുതിയ കോർ വാല്യൂ. അധ്വാനിക്കുന്നവന് എല്ലു മുറിയെ പണിയെടുത്താൽ പല്ലു മുറിയെ തിന്നാം എന്ന് പറയുന്ന ആ റിയാലിറ്റിയിലേക്ക് വരണം.
എളുപ്പത്തിൽ കാര്യം നടക്കും എന്നുള്ള റിയാലിറ്റിയിൽ നിന്ന് തിരിച്ചു മാറിയിട്ടെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പം വേണ്ട, ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്, ഞാൻ എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന പുതിയ കോർ വാല്യൂസിലേക്ക് വരണം. ആൾക്കാരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ആൾക്കാരെ നല്ല രീതിയിലേക്ക് ട്രീറ്റ് ചെയ്തേ പറ്റൂ. അതായത് നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു സെറ്റിംഗ് ന്യൂ റൂൾസ്. ആ ന്യൂ റൂൾസ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോഴാണ് നിങ്ങൾ ആക്ച്വലി യു ആർ ബിക്കമിങ് എ ബെറ്റർ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ശരിക്കും നിങ്ങളിലേക്ക് നിങ്ങൾ എന്താ വെച്ചാൽ ഇറങ്ങി ചെന്നിട്ട് എന്താ വെച്ചാൽ പരിശോധിക്കാൻ പറ്റും. സോ സെറ്റ് എ ന്യൂ കോർ വാല്യൂസ്. കോർ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ചെയ്യുന്നു. ആ കോർ വാല്യൂസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പുതിയ തീരുമാനങ്ങൾ അങ്ങ് എടുക്കുന്നു. യു ടേക്ക് എ ഡിസിഷൻ, ടേക്ക് സ്ട്രോങ് ഡിസിഷൻ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. സ്ട്രോങ് ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കമ്മിറ്റഡ് ആവുക, കമ്മിറ്റ്മെന്റ് എടുക്കുക, പുതിയ കമ്മിറ്റ്മെന്റ് എടുക്കുക. ഞാൻ ഇനി മുതൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇനി മുതൽ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇനി മുതൽ എന്താ വെച്ചാല് ദുശീലങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന സംഗതി ഉണ്ടല്ലോ. ഞാൻ ഇനി മുതൽ ഇന്ന ജോലി ചെയ്യും, എനിക്കറിയാം എന്റെ ബിസിനസ്സിൽ എന്റെ തൊഴിൽ മേഖലയിൽ ഞാൻ ഇന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും, ഞാൻ ഈ ബുക്ക് വായിക്കും, എനിക്ക് വായിച്ചേ പറ്റൂ, എനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, ഇംപ്രൂവ് ചെയ്തേ പറ്റൂ, ഐ ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് യു സെറ്റ് എ ന്യൂ വാല്യൂ ഫോർ. അതിന് പ്രാധാന്യം കൊടുക്കുക. നമ്മുടെ ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തിയാണ്. ബി റെസ്പോൺസിബിൾ. അതാണ് പുതിയൊരു വാല്യൂ എന്ന് പറയുന്നത്. ബി റെസ്പോൺസിബിൾ. റെസ്പോൺസിബിലിറ്റി ഒരു വാല്യൂ ആണ്. റെസ്പോൺസിബിൾ ആവുക. ഒളിച്ചോടുന്നതിന് പകരം ഫ്രീഡത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് ഫ്രീഡത്തിന് അഡിക്റ്റ് ആയിട്ട് ഒന്നിൽ നിന്ന് അടുത്തയിലേക്ക് ചാടുന്നതിന് പകരം ഇതിൽ തന്നെ ഞാൻ നിന്നേ പറ്റൂ നമ്മളെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുക. അത് ചെയ്യാൻ കഴിയണമെങ്കിൽ ആദ്യത്തെ പ്രശ്നം റൂട്ട് കോസിൽ പോയിട്ട് ഹീൽ ചെയ്താലേ, ആ റൂട്ട് കോസ് ക്ലിയർ ചെയ്താലേ മാത്രമേ ഈ തീരുമാനം എടുക്കുമ്പോൾ ഉറച്ചു നിൽക്കാൻ കഴിയുള്ളൂ. മനസ്സിലായോ? എന്തുകൊണ്ടാണ് പലപ്പോഴും തീരുമാനം എടുക്കാറുണ്ട് ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം റൂട്ട് കോസിൽ ക്ലിയർ അല്ല. റൂട്ട് കോസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആവണം. നെക്സ്റ്റ് എന്താ പറയുന്നത്? ബി റെസ്പോൺസിബിൾ എന്ന് പറയുന്നത്. ബി കമ്മിറ്റഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. കമ്മിറ്റഡ് ആവുക, ഒരു കാര്യം കമ്മിറ്റഡ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. വേറെന്ത് വാല്യൂ ഉള്ളത്? ഇതൊക്കെയാണ് നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സത്യസന്ധത പാലിക്കുക. മറ്റുള്ളവരെ ഞാൻ ചതിക്കില്ല, മറ്റുള്ളവരെ ഞാൻ വഞ്ചിക്കില്ല, മറ്റുള്ളവരോട് ഞാൻ എന്ത് ചെയ്യില്ല, എന്റെ കുറവുകൾ നികത്താൻ വേണ്ടിയിട്ട് കളവ് പറയില്ല, എന്റെ തെറ്റുകളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഐ വിൽ ബി ഹോണസ്റ്റ്. ഹോണസ്റ്റി എന്ന് പറയുന്ന ഒരു കോർ വാല്യൂ ആണ്. ബി ഹോണസ്റ്റ്. ജെനുവിൻലി ഹോണസ്റ്റ് ആവുക. ജെനുവിൻലി ഹോണസ്റ്റ് ആവുക. രണ്ട് രീതിയിൽ ഹോണസ്റ്റ് ഉണ്ട്. ഫേക്ക് ഹോണസ്റ്റി ഉണ്ട്. ജെനുവിൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾ യു ഹാവ് ടു ബി ഹോണസ്റ്റ്. ഹോണസ്റ്റ് ആയേ പറ്റൂ. ദാറ്റ് ഈസ് എ വാല്യൂ. കീപ് യുവർ പ്രോമിസസ്. നിങ്ങളോട് എടുക്കുന്ന പ്രോമിസ്, നിങ്ങൾ ജോലിയോട് കൊടുക്കുന്ന പ്രോമിസ്, നിങ്ങളുടെ ക്ലയൻസിനോട് കൊടുക്കുന്ന പ്രോമിസ്, ലൈക്ക് കീപ് യുവർ പ്രോമിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ആൻഡ് ദാറ്റ് ഈസ് ദ പവർ ഓഫ്. ഇത് ചെയ്തു തുടങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ്? യു ഫീൽ ഗുഡ്, യു ഫീൽ ഗ്രേറ്റ്, യു ആർ റേഡിയേറ്റിംഗ് എ പോസിറ്റീവ് എനർജി. നിങ്ങളുടെ പോസിറ്റീവ് ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ കോർ വാല്യൂസ് നിങ്ങൾ അതിൽ കള്ളത്തരം കളങ്കവും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നെഗറ്റീവ് ഫ്രീക്വൻസി സംഭവിക്കും. അത് നിങ്ങൾക്കറിയാം. നിങ്ങൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾ എന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ആഗ്രഹങ്ങളെ ഒഴിവാക്കുക. ഒരുപാട് ആഗ്രഹങ്ങളെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് പറയുന്നത് തൃഷ്ണയാണ് എല്ലാ ദുഃഖത്തിനും കാരണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അൺഹെൽത്തി ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. അഡിക്ഷൻസ്, ക്രേവിങ്സ്, ഇതൊക്കെ എവിടുന്ന് വരുന്നതാ? ട്രോമയിൽ നിന്ന് റൂട്ട് കോസിൽ ഹീൽ നടക്കാത്തത് കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നതാണ്. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, ഓവറായിട്ട് കിടന്നുറങ്ങുന്നത്, നമ്മളെ സാക്രിഫൈസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ നമുക്ക് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് വെച്ചാല് ഓവറായിട്ട് റിലാക്സ് ചെയ്യുന്നത്, ഓവറായിട്ട് ട്രിപ്പ് പോകുന്നത്, ഓവറായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നത്, പണം മാനേജ് ചെയ്യാൻ കഴിയാത്തത്, ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവം എന്താണ്? അതെങ്ങനെ ഉണ്ടാവുന്നതാ? ഫ്രീഡം, അതേപോലെ സിഗ്നിഫിക്കൻസ്. സ്നേഹം കിട്ടാത്തവരുടെ പ്രശ്നമാണത്. സ്വയം സ്നേഹം കിട്ടിയിട്ടില്ല, പ്രാധാന്യം കിട്ടിയില്ല, ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? സ്നേഹം കിട്ടാത്തവർക്ക് എന്ത് സംഭവിക്കും? അവരെ സംബന്ധിച്ചിടത്തോളം പരിഗണനയും സ്നേഹവും വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പരിഗണനയും സ്നേഹമൊക്കെ മറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ട് സ്വയം സ്നേഹിക്കുകയാണ്. അത് വേണം, എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അത് കിട്ടണം, എനിക്ക് ഇത് കിട്ടണം.
സ്വാഭാവികമായിട്ട് അതിന് അമിതമായ സ്വപ്നങ്ങൾ ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. അമിതമായ സ്വപ്നങ്ങൾ ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതല്ല പറയുന്നത്. അൺഹെൽത്തി ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഒഴിവാക്കണം, അൺഹെൽത്തി ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ പരിശോധിക്കുക, എന്തുകൊണ്ട് ഞാൻ ഈ സ്വപ്നം കാണാൻ ആഗ്രഹിക്കുന്നു, ഇത് എന്തുകൊണ്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അതിന്റെ റൂട്ട് കോസിലേക്ക് പോവുക. ഞാൻ എന്തിനാണ് ഈ സ്വപ്നം കാണുന്നത്? സ്വപ്നം കാണുന്നതിനൊരു കാരണമുണ്ട്. അത് നിങ്ങളുടെ ട്രോമ കൊണ്ടാണോ സ്വപ്നം കാണുന്നത്, അതല്ല നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു ഉപകാരം ഉണ്ടാവും, നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഉപകാരം ഉണ്ടാവും ഈ സ്വപ്നം കാണുന്നത് കൊണ്ട് എന്നുള്ളത് കൊണ്ടാണോ, അതല്ല നിങ്ങളുടെ ഒരു പ്രശ്നം കൊണ്ടാണോ സ്വപ്നം കാണുന്നത്? സിഗ്നിഫിക്കൻസിന് സ്വപ്നം കാണുന്നവരുണ്ട്. ഞാൻ സിഗ്നിഫിക്കൻസിന് സ്വപ്നം കണ്ടിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു, സമയമുണ്ടായിരുന്നു. ഞാൻ ട്രെയിനർ ആവാൻ ആഗ്രഹിച്ചതിന്റെ യഥാർത്ഥ കാരണം ഞാൻ അന്വേഷിച്ചു പോയപ്പോ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഗുണമുണ്ടെങ്കിൽ പോലും എന്നെ ഒരു പരിധി വരെ തുടക്കത്തിൽ എന്നെ ഡ്രൈവ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ മുൻപിൽ എന്ത് ചെയ്യണം, എനിക്ക് കിട്ടാത്ത സ്നേഹം, പരിഗണന, റെസ്പെക്ട് കാര്യങ്ങൾ കിട്ടിയില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ട്രെയിനറായി സ്റ്റേജിന്റെ മുകളിൽ പോയിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർ കൈയടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കിക്കായിരുന്നു. ആ കിക്ക് കിട്ടുമ്പോൾ അത് എന്റെ ട്രിഗർ ചെയ്യുന്ന സാധനമായിരുന്നു, അത് എന്റെ ഡ്രൈവിംഗ് ഫാക്ടർ. ഞാൻ സെൽഫിഷ് ആയിരുന്നു, സെൽഫ് സെന്റേഡ് ആയിരുന്നു, നാരോ മൈൻഡഡ് ആയിട്ടുള്ള സംഗതി ഇല്ലായിരുന്നു. അത് ഒരുപാട് അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് പെട്ടെന്ന് ഡിപ്രഷൻ സംഭവിക്കും, നമ്മൾ ഡൗൺ ആയി പോകും, പിന്നെ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഡ്രൈവ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? റിയൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നേടുന്നത്. നിങ്ങൾ എന്തിനാ വലിയ വീട് വെക്കാൻ പോകുന്നത്? മറ്റുള്ളവരെ കാണിക്കാനാണോ? എങ്കിൽ അത് ട്രോമയിൽ നിന്നാണ്. ആ വീട് വെച്ചാലും നിങ്ങൾ ഹാപ്പി ആവില്ല, അതിലും വലിയൊരു സംഗതിയിലേക്ക് പിന്നെ പോകും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് വേണം എന്നുള്ളതിന് വളരെ നീഡിലേക്ക് തിരിച്ചു വരും. ആഗ്രഹങ്ങളിൽ നിന്ന് നീഡിലേക്ക് തിരിച്ചു വരും. ആഗ്രഹങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ആഗ്രഹങ്ങളെ പറയുന്ന പേരാണ് നീഡ്. ആവശ്യങ്ങളിലേക്ക് തിരിച്ചു വരും. ആവശ്യങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മളൊന്ന് പക്വതയുള്ളവരായി വരും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മൈൻഡ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും, ആർത്തി കൂടും. നമ്മൾ അറിയാതെ നമ്മുടെ കൺട്രോൾ, നമ്മുടെ മൈൻഡ് നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മളെ മൈൻഡിന്റെ ഉള്ളിൽ നമ്മളെ വേദനിച്ചിട്ടുള്ള ആ വേദനയിൽ നിന്നാണ് ആർത്തി ഉണ്ടാവുന്നത്, ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഇത് വരുന്നത്. മറ്റത് നീഡിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ കുറച്ച് മതി നമുക്ക്. ഒരുപാട് സ്വപ്നങ്ങൾ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറച്ച് മതിയിൽ നിന്നാണ് കൂടുതൽ പിന്നീട് ഉണ്ടാവുന്നത്. കാരണം നമ്മൾ ചെലവ് ചുരുക്കുമ്പോഴാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാവുന്നത്. അതായത് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാനുള്ള സമ്പത്ത് നമുക്ക് ഉണ്ടാവണം എന്നുണ്ട് എങ്കിൽ സമ്പത്ത് നമ്മുടെ കൈകളിൽ സേഫ് ആയിട്ട് ഇരിക്കണം. ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വരുന്ന പണം വന്നു കഴിഞ്ഞാൽ ആ പണത്തെ അങ്ങ് ഓടിച്ചെന്നിട്ട് അങ്ങോട്ട് ചെലവാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കയ്യിൽ നിന്ന് ആ പൈസ അങ്ങോട്ട് ഇല്ലാണ്ടായി പോകുമ്പോൾ നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാനുള്ള പണം ഉണ്ടാക്കാനുള്ള ഒന്നിലധികം സോഴ്സിൽ നിന്നുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാനുള്ള ആ സംഗതിക്കുള്ള ഡിസിപ്ലിൻ ഇല്ലാണ്ടായി പോകും. അങ്ങനെ ഉണ്ടായി പോകുന്നതിന്റെ റീസൺ എന്താണ്? എവിടുന്നാണ്? നമ്മൾ ഈ സ്പെൻഡിങ് ഹാബിറ്റ്സിൽ നിന്നാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അത് എവിടുന്നാണ് വന്നത്? ഈ പറഞ്ഞിരിക്കുന്നതാണ്. ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? സോ യു ഹാവ് നീഡ് എന്ന് പറയുന്ന ഗോളുകളാണ് വേണ്ടത്. നീഡ്, അതാണ് ഹെൽത്തി ഡിസയേഴ്സ് ആണ് നീഡ്. ആ നീഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനെ പതിയെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. നമ്മളിതൊരു മൈൻഡ് ഗെയിമാണ്, നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന മൈൻഡ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഇതൊക്കെ നമ്മൾ ട്രോമയായിട്ട് കണക്ട് ആണ്. സോ ഗുഡ് ഹാർട്ട് എന്ന് പറയുന്നത്, ഹെൽത്തി ഹാർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹീൽ ചെയ്തിട്ടുള്ള, നമ്മൾ സെൽഫിഷ്നെസ്സിലേക്കും ഗ്രീഡിലേക്കും പോവാതിരിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് സെന്റേർഡ് ആയിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്നതിലേക്കും മോശമായ ശീലങ്ങളിലേക്കും പല സംഗതികളിലേക്കും എന്ത് ചെയ്യും? പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് ശരിയല്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? അഡ്രസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തേ പറ്റൂ. വി ഹാവ് ടു. സോ ടേക്ക് റെസ്പോൺസിബിലിറ്റി, ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. ഹോണസ്റ്റ് ആയേ പറ്റൂ. നെക്സ്റ്റ് എന്താണ്? അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ അതിനെ അഡ്രസ് ചെയ്തേ പറ്റൂ. നമ്മളുടെ സംഗതികളിലേക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലേ? നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള കമന്റുകൾ അവിടെ വരുന്നത് നിങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങുകയാണ്. എനിക്ക് എന്താണ് പറ്റിയത്? അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വളരെ ജെനുവിൻ ആയിട്ട് ടു ഹാവ് ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട്, ഇതിന്റെ പവർ ഉണ്ട്. ഇതിനെക്കുറിച്ച് എനിക്ക് പവർ എന്ന് പറയുന്ന ഒരുപാട് പവർ ഉണ്ട്. നമ്മൾ ഹയർ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്താം. ആ ഹയർ ഫ്രീക്വൻസിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്.
നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വളരെ ചെറിയ, ഇതിന്റെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ ഡെപ്തിൽ നമ്മൾ കവർ ചെയ്യുന്ന സംഗതിയാണെന്ന് വെച്ചാൽ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് മൈൻഡ് പവർ എന്ന് പറയുന്ന കോഴ്സിലേക്ക് അതിൽ ഹീലിംഗ് വരുന്നുണ്ട്. ഹീലിംഗ്, ലോ ഓഫ് അട്രാക്ഷൻ, മൈൻഡ് പവർ, ഗോൾ സെറ്റിംഗ്, ലൈഫ് പ്ലാൻ ക്രിയേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ബ്ലോക്ക് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, റൂട്ട് കോസ് എന്താണെന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ റൂട്ട് കോസിൽ നമ്മൾ ശരിക്കും നിങ്ങൾക്ക് എന്താ വെച്ചാൽ ലോജിക്കലായിട്ട് മറ്റുള്ള പ്രോഗ്രാമുകളെ പോലെ അല്ല, ലോജിക്കലായിട്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് ടൂളുകളിലേക്ക് നിങ്ങളെ നയിക്കും. മനസ്സിലാവുന്നുണ്ടോ? റജീന പറയുന്നു. ഇതാണ് ഞാൻ പറയും, ഇതൊരു എക്സാമ്പിളാണ് ഞാൻ പറയും. നമ്മൾ കോഴ്സിൽ ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയുടെ ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വർക്ക് ബുക്ക് തന്നിട്ട് ചില ടൂളുകൾ തന്നിട്ട് നിങ്ങൾ ശരിക്കും ഇതിലേക്ക് ഡിഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ ഓരോ പ്രോബ്ലംസും ഐഡന്റിഫൈ ചെയ്യുന്ന രൂപത്തിൽ അത്രയ്ക്കും പവർഫുൾ ആണ് നമ്മുടെ കോഴ്സ്. ഇറ്റ്സ് എ വെരി പ്രാക്ടിക്കൽ വർക്ക് കോഴ്സാണ്. മനസ്സിലുണ്ട്? എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും? EFTയുടെ ഹീലിംഗ് മെത്തഡോളജീസ് നമ്മൾ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യും. ഹീലിംഗ് എന്നിട്ട് നമ്മൾ റൂട്ട് കോസ് നമ്മൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്യുന്നതോടുകൂടി തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാനുള്ള അവയർനെസ് പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ദെൻ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകളും ടൂളുകളുണ്ട്, ഒരുപാട് ടൂളുകളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ടൂളുകൾ ദാറ്റ് വി വിൽ ഇൻട്രൊഡ്യൂസ്. മനസ്സിലാവുണ്ടോ? അടുത്തൊരു സംഗതിയിലേക്ക് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെച്ചാൽ ഇൻ ഡെപ്തിൽ നിങ്ങൾക്ക് വേണ്ട ഗോളുകൾ സെറ്റ് ചെയ്യും. ഈ ഗോളുകൾ സെറ്റ് ചെയ്ത് ഇതിന്റെ കൂടുതൽ വെച്ചാൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കും. ഈ ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ ഈ ഗോളുകൾ അട്രാക്ട് ചെയ്യാനും ഈ ഗോളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും ടൂളുകളും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് വെച്ചിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ആ ടൂളുകൾ വെച്ചിട്ട് നിങ്ങൾ അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യും. പ്ലസ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗോളുകളിലേക്കുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. അതായത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ ഓൾറെഡി നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇതിനു മുൻപ് പല ആൾക്കാരും നേടിയിട്ടുണ്ട്. അവർ നേടിയിട്ടുള്ള കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള മെത്തേഡ് എന്താണ്, സ്ട്രാറ്റജി, അത് ഞാൻ പഠിപ്പിക്കും. അത് വെൽത്ത് ക്രിയേഷൻ സ്ട്രാറ്റജി എന്തൊക്കെയാണ്, സീക്രട്സുകൾ എന്തൊക്കെയാണ്, ഹെൽത്തിന് വേണ്ടിയുള്ള സീക്രട്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ മെച്യൂരിറ്റിക്ക് ഏത് രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾ, അതും ഈ മോഡേൺ വേൾഡ് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ഇതൊക്കെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് ബുക്കുകൾ വായിച്ചിട്ടും സംഗതികൾ മനസ്സിലാക്കിയിട്ടും ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് വി ആർ പുട്ടിങ് ഇറ്റ്. സോ ആ കോഴ്സിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയും, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് എക്സാക്ട്ലി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ലഭിക്കണം. അത് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത വെച്ചാൽ കസ്റ്റമൈസേഷൻ ഉണ്ട്. ജസ്റ്റ് ജനറൽ ആയിട്ട് കുറെ ക്ലാസ്സുകളോ അവയർനെസ്സോ തരുമല്ല. മനസ്സിലാവുന്നുണ്ടോ? അതിനപ്പുറത്തേക്ക് ഡെപ്തിലേക്ക് നിങ്ങളുടെ പ്രോബ്ലം അഡ്രസ് ചെയ്യാനുള്ള ആ കസ്റ്റമൈസേഷൻ നടത്തിയിട്ട് പേഴ്സണലൈസേഷനിലേക്ക് പോകും. Then we will heal your traumas. Then we will help you figure it out. കോഴ്സിലേക്ക് വരിക. 5-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. 5-ാം തീയതി മുതൽ ആണ് ക്ലാസ് ഉള്ളത്. ഒരു മാസത്തോളം നമ്മൾ നിങ്ങളുടെ പുറകെ ഇരുന്ന് വർക്ക് ചെയ്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. Then you will enter into a community. സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട്, ചാർജ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഉണ്ട്. സ്പെഷ്യൽ ചാർജ്, നിങ്ങളുടെ ആ ചാർജും അവയർനെസ്സും എന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്ന കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ആൻഡ് എവറി വീക്ക് ഇതിന്റെ ഫോളോ അപ്പ് ഉണ്ടാവും. ഈ കോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ എവറി വീക്ക് വിൽ ബി ഫോളോയിങ് അപ്പ് വിത്ത് യു. എന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾക്കൊരു ടോപ്പ് പ്രയോറിറ്റി ഉണ്ടാവും. നിങ്ങളിപ്പം ഇതിലൊക്കെ മെമ്പേഴ്സ് ആണ്. ഇതിനപ്പുറത്തേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, സംഗതികൾ ചോദിക്കാം, അതിനു വേണ്ടിയുള്ള ആൻസറുകൾ ലഭിക്കാനുള്ള ഒരു പ്രയോറിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗൈഡ് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നു, എന്റെ കഴിഞ്ഞ ഒരു 14 വർഷത്തോളം 13 വർഷത്തോളം എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, പകർന്നു നൽകാൻ പറ്റും. ആ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ അനുഭവിച്ചിട്ടുള്ള പേഴ്സണലി എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തിനാണ് ഞാൻ ഇത്രയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്, എത്രയും കൺഫ്യൂഷൻസ് അനുഭവിക്കുന്നത്, എത്രയോ തവണ ബിസിനസ് പരമായിട്ടായിക്കോട്ടെ. ഞാൻ 100-ലധികം ടീം മെമ്പേഴ്സ് ഉള്ള കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബിൽഡ് ഇറ്റ്. ടീം വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള, അപ്പൊ ബിസിനസ് പരമായിട്ടൊരു വ്യക്തി ബിസിനസ് പരമായിട്ടുള്ള ഒരു എന്താ പറയാ, എങ്ങനെയാണ് ബിസിനസ് പരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഒരുപാട് ഇൻസൈറ്റ്സ് നൽകാൻ പറ്റും, എങ്ങനെ ടീം ബിൽഡ് ചെയ്യാൻ പറ്റും, സംഗതികൾ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് നമ്മളുടെ ആ ഒരു ചാർജ് എന്ന് പറയുന്ന ക്ലബിൽ മെമ്പർ ആകുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, ഗുണം ചെയ്യാൻ പറ്റും. എനിക്ക് ലൈക്ക് ജസ്റ്റ് കം ആൻഡ് ബി മെമ്പർ ഓഫ് ദ ഫാമിലി. വി ബിക്കം എ ഫാമിലി, വി ഹെൽപ്പ് ഈച്ച് അതർ. And this is my mission, and I want you to join with me.
ലെറ്റ്സ് ഹെൽപ്പ്. ഹീലിംഗിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ദാറ്റ്സ് വേർ ചേഞ്ച് ഹാപ്പൻസ്. ചേഞ്ച് നടക്കുന്നത് അവിടെയാണ്. നിങ്ങളുടെ അസുഖങ്ങൾ മാറും. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരുപാട് അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകളുണ്ട്. ബോഡി പെയിന്, ബാക്ക് പെയിന്, മറ്റുള്ള പ്രശ്നങ്ങൾ, ഹെഡേക്ക്, മൈഗ്രെയിൻ, ഇങ്ങനെയുള്ള പല സംഗതികൾ, അസിഡിറ്റി ഇഷ്യൂസ്, ബബിൾ സിൻഡ്രം, ഒരുപാട് ഇഷ്യൂസ്. അത് നമുക്ക് ഹെൽത്തി ആക്കിയിട്ട് കൊണ്ടുവരണം. നിങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്ന ഒരുപാട് ശീലങ്ങൾ, ദുശീലങ്ങളുണ്ട്. സിഗരറ്റ് വലിക്കുന്നത്, മദ്യം കഴിക്കുന്നത്, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങൾ, മയക്കുമരുന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല സംഗതികളുടെ പലതും കടന്നു പോകുന്നവരുണ്ടാവും. ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. അതേപോലെ നിങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ള പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, പണം വരുന്നുണ്ട്, പണം കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, മണി മാനേജ് ചെയ്യാൻ പറ്റുന്ന സംഗതികൾ, ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. അത് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് പണം വരുത്താൻ കഴിയുന്നില്ല, ബിക്കോസ് യു ഹാവ് എ ബ്ലോക്ക്. ലെറ്റ്സ് ഫിക്സ് ദാറ്റ്. മണി ബ്ലോക്കിന്റെ സംഗതികളുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഷാല്, ജസ്റ്റ് കം ആൻഡ് അറ്റൻഡ് ദ പ്രോഗ്രാമിലേക്ക് വരിക. അപ്പൊ അതിന് വേണ്ടി വെച്ചാൽ ഇവിടെ അതിന്റെ മെസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒരുപാട് ആൾക്കാർ താങ്ക് യു സോ മച്ച്, ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കേട്ടെങ്കിലും ഇതുപോലെ ഇൻസൈഡ് കിട്ടിയ ഒന്ന് ആദ്യമാണ്. ഇതൊക്കെ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇതൊന്നുമല്ല. നമുക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്കൊരു കാര്യം, 3000-ലധികം പ്രോബ്ലംസ് നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുണ്ട്. 45,000-ഓളം ലിമിറ്റിംഗ് ബിലീഫുകൾ നമുക്കുണ്ട്. ഒരു ശരാശരി മനുഷ്യൻ 45,000. ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ ഓരോന്ന് പൊട്ടിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ലിമിറ്റിംഗ് ബിലീഫുകൾ പൊട്ടിക്കണം, ഇതെങ്ങനെ പൊട്ടിക്കുക? ഓരോന്നും പൊട്ടിക്കുകയാണ്. ഓരോന്നും അല്ല, ആ 45,000 ലിമിറ്റിംഗ് ബിലീഫുകൾ വരുന്നത് 3000-ഓളമുള്ള നമ്മൾ അനുഭവിച്ചുള്ള പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്. അതായത് പെയിൻഫുൾ ആയിട്ടുള്ള 3000-ഓളം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒരാൾക്കുണ്ട്. ഈ 3000-ഓളം ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഒരാൾക്ക് ഉണ്ടായിട്ടുണ്ട്, പെയിൻഫുൾ ആയിട്ടുള്ള. അത് പല തവണകളായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. എന്നാൽ അതിലധികവും ഒരു 20 ടൈപ്പോളം എന്താണ്, ഒരേ പാറ്റേണിൽ റിപ്പീറ്റ് ചെയ്തതാണ്. അതിൽ നിങ്ങൾ ഈ 20 എണ്ണം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഹീല് ചെയ്യുന്നതോട് കൂടിയിട്ട് ബാക്കി 3000 എണ്ണം കൊളാപ്സ് ആവും. കാരണം ഈ 20 എണ്ണത്തോളം എന്താണ്, സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത, സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തതാണ് ഈ 3000 എണ്ണം. അതിൽ നിന്നാണ് പിന്നീട് 45,000 ഡിഫറെന്റ് ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടായത്. ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് യു ഹാവ് ടു വർക്ക് ഓൺ ഫസ്റ്റ്. ടോപ്പ് പ്രയോറിറ്റി കൊടുത്തിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ഏതാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് ഹീൽ ചെയ്താൽ മതി. യു ഗോട്ട് ഇറ്റ്? ഒരു ലിമിറ്റിംഗ് ബിലീഫ് എക്സാമ്പിൾ പറയാമോ? ലിമിറ്റിംഗ് ബിലീഫിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫാണ്. ആസിയ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ലൈക്ക് ഐ തിങ്ക് യു ഹാവ് കമന്റഡ് സംതിങ് ലൈക്ക് നേരത്തെ പറഞ്ഞു, അതായത് ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നല്ലേ, ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ള സംഗതി, അതൊരു സ്വയം കുറ്റപ്പെടുത്തലാണെന്ന് പറഞ്ഞു. അത് സ്വയം കുറ്റപ്പെടുത്തുന്ന സൂപ്പർ ലിമിറ്റിംഗ് ബിലീഫാണ്. ഞാൻ പോരാ എന്ന് ചിന്തിക്കുന്നത്, ഞാൻ കഴിവില്ല എന്ന് ചിന്തിക്കുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ്. എന്നെ കൊണ്ട് അത് നടക്കില്ല എന്ന് ചിന്തിക്കുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ്. എനിക്ക് ഇന്ന വിഷയം പ്രയാസമാണ് എന്ന് ചിന്തിക്കുന്നത് ലിമിറ്റിംഗ് ബിലീഫാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കുന്നത്, അതെനിക്ക് തലവേദനയാണ്, അതെനിക്ക് പ്രയാസമാണ്, അത് ലിമിറ്റിംഗ് ബിലീഫാണ്. കാരണം നിങ്ങളെ ലിമിറ്റ് ചെയ്യാണത്. അതായത് നിങ്ങളെ ഒരു വലിയൊരു അബണ്ടൻസ്, സമ്പൽ സമൃദ്ധി വരുന്നതിലേക്ക് എന്താ വെച്ചാൽ, അല്ലെ, പണം വന്നു കഴിഞ്ഞാൽ ലൈക്ക് സ്ട്രെസ് ആണ്, ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. അല്ലെങ്കിൽ പണം നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഒരു ലിമിറ്റിംഗ് ബിലീഫ്. കാരണം അങ്ങനെ ചിന്തയുള്ളൊരു നമ്മൾക്കെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിലേക്ക് വരാനുള്ള ഐശ്വര്യത്തെ, അബണ്ടൻസിനെ അത് തടഞ്ഞു നിർത്തുന്നു. 45,000 ലിമിറ്റിംഗ് ബിലീഫുകളുണ്ട് ഒരു ശരാശരി മനുഷ്യൻ. ഇത് ഓരോ പൊട്ടിക്കണം. അതിന് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ 3000-ഓളം നമ്മളുടെ പെയിൻഫുൾ ആയിട്ടുള്ള ട്രോമകളുണ്ട്, അത് ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 20-ഓളം റിപ്പീറ്റഡ് ആയിട്ട് വന്നത്, ആ പ്രാഥമികമായിട്ടുള്ള 20-ഓളം ട്രോമ ഹീൽ ചെയ്യണം. ആ ട്രോമ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹീലിംഗ് തെറാപ്പിയിലൂടെ കടന്നു പോകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കോറായിട്ട് നമ്മൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ഇന്ന് അതിന്റെ ചെറിയ സാമ്പിൾ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തന്നു കഴിഞ്ഞു. ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദ കോഴ്സ് ഇസ് വി ഡിഗ് ഡീപ്പ്. സോ ഹു ഈസ് ഇൻട്രസ്റ്റഡ്? ഹു ഈസ് റെഡി ടു വർക്ക് ഓൺ യുവർ സെൽഫ്? ആരാ റെഡി ഉള്ളത്? ഹു ഈസ് റെഡി ടു വർക്ക് ഓൺ യുവർ സെൽഫ്? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ മെസ്സേജ് അയക്കുക, വിളിക്കുക, നിങ്ങളത് ജോയിൻ ചെയ്യുക. ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ഇത് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫിക്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ വി ക്യാൻ ബിൽഡ്. ഹു ഈസ് ഇൻട്രസ്റ്റഡ്? മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ആ ഒരു അവസരത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഐ വാണ്ട് യു ടു ചേഞ്ച് യുവർ ലൈഫ്. ഐ വാണ്ട് യു ടു ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? കം ആൻഡ് ജോയിൻ.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഫർദർ ഡൗട്ട്സ് ഉണ്ട്. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ. ലെറ്റ് മീ ഹെൽപ്പ് യു ടു ക്രിയേറ്റ് എ ബെറ്റർ ഫ്യൂച്ചർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിക്കും. ഓക്കെ, വരിക, നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. ഞാൻ പറഞ്ഞു വെച്ചാൽ എന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ചു തരാം, എക്സാമ്പിൾസ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാനുള്ള ആ ഒരു എബിലിറ്റി, ആൻഡ് ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ശരിക്കും ഞാൻ എടുക്കുമ്പോൾ, ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് ചിലർക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നും, ചിലർക്ക് എന്താ വെച്ചാൽ, പക്ഷെ അത് അങ്ങനെ അഡ്രസ് ചെയ്ത് കാണിച്ചു തരണം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ട്രൂത്ത്, ലെറ്റ്സ് ബി ഓണസ്റ്റ്, ലെറ്റ്സ് കറക്റ്റ് അവർ മിസ്റ്റേക്ക്, ആൻഡ് ലെറ്റ്സ് ഹാവ് എ പോസിറ്റീവ് ഫ്രീക്വൻസി. പോസിറ്റീവ് ഫ്രീക്വൻസി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് എന്താ വെച്ചാൽ നന്മയുള്ള, ശുദ്ധിയുള്ള, പ്യൂരിറ്റിയുള്ള ഒരു മനസ്സാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഹയർ ഫ്രീക്വൻസി നമ്മളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ആ ഹയർ ഫ്രീക്വൻസി പുറത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, നമുക്ക് നല്ലത് സംഭവിക്കാൻ പറ്റും. രഹന പറയുന്നത് ടൈം പോയത് അറിയുന്നില്ല. I know how the time is going. Super class. Thank you so much for joining. I think Rehna is already joined our course, I think. And thank you so much for joining. So, നമ്മുടെ ക്ലാസ്സിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ള എല്ലാവർക്കും നമുക്ക് ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ കേട്ടോ. There are a lot of things. നമുക്ക് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്സ് ഇഷ്യൂസ്, ട്രോമാസ്, സംഗതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാൻ പോകണം. ഇറ്റ്സ് എ വെരി പവർഫുൾ കോഴ്സ്. കം ആൻഡ് ജോയിൻ. സുവൈന ഓൾറെഡി ജോയിൻ ചെയ്തോ? കോഴ്സിലേക്ക് ജോയിൻ ചെയ്തോ? രാശി, ശാലിനി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് എന്താ വെച്ചാൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യാം. കോഴ്സിലേക്ക് വരിക, മറക്കരുത്. കോഴ്സ് നടക്കുന്നത് 5-ാം തീയതിയാണ്. ഇനി ആകെ 2 ദിവസം കൂടെ ഉള്ളൂ രജിസ്ട്രേഷൻ അവസാനിക്കാൻ പോകണം. ഈ ഒരു ഓഫറിൽ ലഭിക്കാൻ പോകുന്ന രജിസ്ട്രേഷൻ 2 ദിവസം കൂടെ ഉള്ളൂ. 3-ാം തീയതി വരെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. കം ആൻഡ് ജോയിൻ, ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, വണ്ടർഫുൾ ക്ലാസ്. നിത്യ, താങ്ക് യു സോ മച്ച്. So this is like, we have to deal with our who we are, and let's find out and let's clear. Okay, നമ്മൾ മനസ്സിലാക്കേണ്ടത് what we went wrong എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. Thank you so much. I'm so glad that നമ്മുടെ ഈ മോർണിംഗ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്ന അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണെങ്കിലും ഇത് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് നൽകുന്നുണ്ടെന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ താങ്ക്സ് കാണുമ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നതിന്റെ റെക്കോർഡിംഗ് ഉണ്ടാവും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾക്കൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. യെസ് ഓർ നോ? വിൽ യു ഡു ദാറ്റ്? 3 പേരിലേക്ക് മിനിമം ആ ഫാമിലി ഗ്രൂപ്പിലേക്ക്, ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. Can you do that? Just do it and let them invite. അവർ നമ്മുടെ ഈ ഫ്രീ ക്ലാസ്സിലേക്ക് അവർ വന്നോട്ടെ, കോഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് വന്നോട്ടെ, നമ്മുടെ മെഡിറ്റേഷനിൽ അവർ പങ്കെടുക്കട്ടെ. നമുക്ക് ലെറ്റ്സ് ഹെൽപ്പ് ദ വേൾഡ്. ഇവിടെയുള്ള ആൾക്കാർ ഒരുപാട് പേര്, പരമാവധി ആൾക്കാരെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ. ഐ എം റെഡി ടു ഡു ഇറ്റ് എവറി ഡേ, ആൻഡ് ദിസ് ഈസ് ന്യൂ മീ. ഐ ഹാവ് ടു ക്രിയേറ്റ്. ഇത് എന്റെ ഒരു പുതിയൊരു തീരുമാനമാണെന്ന് വെച്ചാൽ ഐ ഹാവ് ടു ഡു ഇറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ മനസ്സിലാക്കുക എല്ലാവരും, നിങ്ങൾ എന്താ വെച്ചാൽ ക്ലിയർ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ സിബ്ലിങ്സിന് അയച്ചു കൊടുക്കുക, നിങ്ങൾ അടി കൂടുന്ന നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അയച്ചു കൊടുക്കുക, നിങ്ങൾ അടി കൂടുന്ന നിങ്ങളുടെ സിബ്ലിങ്സിന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ പാരന്റ്സിന് അയച്ചു കൊടുക്കുക. സൗദ പറയുന്നത് സാറിന്റെ കൺസിസ്റ്റൻസി കൂടുതൽ ഇന്റിമസി തരുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം സോ ഗ്ലാഡ്. താങ്ക് യു സോ മച്ച്. എനിക്കും നിങ്ങൾക്കിത് നൽകാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമുള്ളൂ. ഓക്കെ, നമുക്ക് തുടരാം നമ്മുടെ ഹീലിംഗ് ജേർണി, ട്രാൻസ്ഫോർമേഷൻ ജേർണി. ദിസ് ഇസ് എ ട്രാൻസ്ഫോർമേഷൻ ജേർണി. Let's do this together. Thank you so much everyone for joining here. നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നത് കേട്ടോ, ഇങ്ങനൊരു അവസരം തന്നത്, നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ഷിഫ്റ്റ് സംഭവിക്കാൻ ഒരു അവസരം നിങ്ങളുടെ ബ്രെയിന് നിങ്ങൾ വെച്ച് തന്നില്ലേ, ഫിക്സ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ. ആൻഡ് ദാറ്റ് ഈസ് എ ട്രസ്റ്റ് യു ആർ ഗിവിംഗ്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കാണാം കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്. ഓൾറൈറ്റ്. ഇനി അൺമ്യൂട്ട് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ? എപ്പോഴാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ാം തീയതിയാണ്. വൈകുന്നേരം 7:30 മുതൽ
9:30 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടോ? പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക്സ് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. വെരി ഗുഡ്. താങ്ക് യു സുമയ്യ. താങ്ക് യു എവ്രി വൺ. താങ്ക് യു നിത്യ. താങ്ക് യു രഹന. താങ്ക് യു സഫൂറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജലീൽ, റഷീദ, ഹഫീസ്. വെരി ഗുഡ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. കോഴ്സിലേക്ക് വരിക, നിങ്ങളുടെ സുഹൃത്തുക്കളെ ക്ഷണിക്കുക. ലെറ്റ്സ് ചേഞ്ച് എവരിബഡീസ് ലൈഫ്.